السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يتذكرون. ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ മരണം വരെയും അന്തിമനാൾ വരെയും പരമാവധി തഖ്വയോടെ വിശുദ്ധമായ ഇസ്ലാമിക ജീവിതം നയിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്. ഇസ്ലാം നാണം അഥവാ ലജ്ജ ഈമാനിന്റെ ഭാഗമായിട്ടാണ് പഠിപ്പിക്കുന്നത്. വൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. നൂഹ് അലൈഹിസ്സലാം മുതൽ അഖില പ്രവാചകന്മാർക്കും ദിവ്യബോധം നൽകപ്പെട്ടിട്ടുള്ള ഒരു സംഗതി ഇല്ലം തസ്തഹി ഫസ്നഹ് മാ ശിഅ്ത. തൗഹീദ് പോലെ എല്ലാ സമൂഹത്തിനും പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. നാണമില്ലെങ്കിൽ തോന്നിയതുപോലെ പ്രവർത്തിച്ചു കൊള്ളുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും ഈ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് നാണവും മാനവും ഉള്ളവർ ഏറ്റവും പവിത്രമായ വസ്ത്രധാരണ രീതി സ്വീകരിക്കുമെന്ന് തീർച്ചയാണ്. പുരുഷന്മാർക്ക് അവരുടേതായ ഒരു വസ്ത്രധാരണം ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് അവരുടേതായ മറ്റൊരു വസ്ത്രധാരണ രീതി നിശ്ചയിച്ചിട്ടുണ്ട്. രണ്ടിന്റെയും ലക്ഷ്യം ഒന്നാണ്. യാ ബനി ആദം, ഓ മനുഷ്യരെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നു. യുവാരി സൗആത്തിക്കും വരീഷ, നിങ്ങളുടെ നഗ്നത മറയ്ക്കുന്നതിന്, നാണം മറയ്ക്കുന്നതിന്. വരീഷൻ അലങ്കാരമായി, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സമ്പത്തായി, നിങ്ങളുടെ ഒരു വിലമതിക്കുന്ന സംഗതിയായി വസ്ത്രമിറക്കി. നിങ്ങൾക്ക് നാണം മറയ്ക്കാൻ വസ്ത്രമിറക്കി. വലിബാസു തഖ്വാ ദാലിക ഖൈർ, തഖ്വയുടെ വസ്ത്രം അതാണ് നല്ലത്. ദാലിക മിൻ ആയാത്തില്ല, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവെ മാത്രമേ നാം ആരാധിക്കാവൂ എന്നുള്ളതിന്റെ ഒരുപാട് തെളിവുകളിൽപ്പെട്ട ഒരു തെളിവാണ് നാണം മറയ്ക്കാനും നമുക്ക് മൂല്യം നൽകാൻ. അതാണ് റീഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് വില ഉണ്ടാക്കാൻ, നമുക്കൊരു നിലയും വിലയും നൽകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല വസ്ത്രം നൽകി. അത് അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളൊരു തെളിവായിട്ട് കൂടി പഠിപ്പിച്ച കാര്യമാണ്. ലഅല്ലഹും യദ്ദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരായേക്കാം. സൂറത്തുൽ അഅറാഫിലെ 26-ാമത്തെ ആയത്താണ്. അപ്പൊ നമുക്ക് മനുഷ്യരെ നിങ്ങൾക്ക് വസ്ത്രം ഇറക്കിയിരിക്കുന്നത് യുവാരി സൗആത്തിക്കും വരീഷ, നിങ്ങളുടെ നാണം മറക്കുന്നതിനു വേണ്ടി. വരീഷൻ ഒരർത്ഥം അലങ്കാരമായി. അപ്പൊ നമുക്ക് അലങ്കാരം സ്വീകരിക്കാം. എങ്ങനെ? വസ്ത്രത്തിലൂടെയുള്ള അലങ്കാരം മാത്രം. വസ്ത്രം ധരിച്ചാലും ഒരു അലങ്കാരം ഉണ്ടാവുമല്ലോ, അത് കുഴപ്പമില്ല. അതല്ലാതെ ശരീരത്തിൻ്റെതായ അലങ്കാരം എന്താണ് നമുക്ക് അനുവാദമില്ല. അതിൽ മറക്കേണ്ടത് മറക്കണം.
അത് പുരുഷന്മാരുടെ നമ്മളിന്ന് ഇപ്പൊ ചർച്ചയ്ക്ക് എടുക്കുന്നില്ല, നമുക്കതറിയാം. ഏതായിരുന്നാലും പവിത്രമായ വസ്ത്രധാരണ രീതിയാണ് നമ്മൾ ഇസ്ലാം നമുക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പൊ യുവാരി സൗആത്തിക്കും, നിങ്ങളുടെ നഗ്നത നിങ്ങൾ മറക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? നാണം മറക്കണം, നഗ്നത മറക്കണം എന്നുള്ളതാണ്. റീഷൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളും പൂർവികരായ താബികൾ തന്നെ അതിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് അലങ്കാരം എന്ന അർത്ഥമാണ്. അതായത് നമുക്ക് നഗ്നത മറച്ചുണ്ടാകുന്ന ആ പവിത്രതയുടെ അലങ്കാരമാണ്. രണ്ടാമത്തെ ഒന്ന് ഒരു സ്വത്ത്, നമുക്കുള്ള ഒരു മൂല്യം. ഒരാൾ വസ്ത്രം ധരിക്കുമ്പോൾ അയാൾക്ക് ഒരു മൂല്യം, ഒരു വില ഉണ്ട്. വസ്ത്രം ധരിക്കാത്ത ആൾക്ക് എന്ത് വിലയാണ്? നിലയും വിലയില്ലാത്ത ആൾക്കാർ ഉടുത്തും വെച്ച് നടക്കാം. അപ്പൊ എന്താണ്? നമുക്ക് വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു നിലയും വിലയും നൽകുന്ന കാര്യമാണെന്നാണ് റീഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ രണ്ട് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കും. ഏത് കാലത്തും സ്ത്രീകളുടെ വസ്ത്രധാരണം അത് പ്രത്യേകം ചർച്ചയാകും. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ശരിക്കും നമ്മൾ പണ്ഡിതന്മാരിലേക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ തനതായ രൂപത്തിൽ പരിശോധിച്ച് അവതരിപ്പിച്ച അവരുടെ പഠനവും പരിശോധനയും നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ വസ്ത്രാനത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം വളരെ കുറവാണ്. ഒരുപാട് മതസംഘങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അവരാരും സ്ത്രീകൾ വസ്ത്രം ധരിക്കണ്ടെന്നോ തോന്നിയതുപോലെ നടന്നോട്ടെ എന്നോ അവര് തലമറക്കേണ്ടതില്ല, മുഖം മറക്കേണ്ടതില്ല എന്നോ ഇതൊന്നും ഒരു കൂലങ്കഷമായി ചർച്ചയോ തർക്ക വിതർക്കങ്ങളോ നടന്ന ഒരു സമൂഹം ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നുപോയിട്ടില്ല. പിന്നെ മുസ്ലിം ആവും വേണം, എന്നാൽ ഇസ്ലാമിന്റെ ഒരു നിയമം ഒരു കാലത്തും ഞങ്ങൾക്ക് പാലിക്കാനും പറ്റൂല എന്ന നിലപാടിൽ കുറെ അക്കലാനികൾ ഏത് കാലത്തുണ്ടാവും. മുഅ്തസിലിയാക്കൾ മുതൽ അവർ സംഘടിതമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. അത്തരം ആളുകൾ ഇസ്ലാമിന്റെ ഒരുപാട് നിയമങ്ങളെ വികൃതമാക്കിയതുപോലെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ വികൃതമാക്കിയിട്ടുണ്ട്. അവരെ തഖ്വയും പവിത്രതയും പാലിക്കുന്ന ഒരു ഇസ്ലാമിക സമൂഹവും മുഅ്തസിലികൾ അംഗീകരിച്ചിട്ടില്ല. കാരണം പ്രമാണങ്ങളെ പുറങ്കാലുകൊണ്ട് വലിച്ചെറിയുകയും പ്രമാണം സ്വീകരിക്കേണ്ട ഇസ്ലാമിന്റെ നിലപാടുകളെ തള്ളുകയും ചെയ്തവരാണത്. അവര് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. തൗഹീദിന്റെ വിഷയം മുതൽ ഇങ്ങോട്ട് അവർക്ക് പ്രശ്നമാണ്. ഇസ്ലാം ഹറാമാക്കിയ ഒരുപാട് കാര്യങ്ങൾ അവരുടെ വിശദീകരണങ്ങളും ചർവിതകർമ്മങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ ഹറാമില്ലാന്ന് തോന്നുന്നു. മ്യൂസിക്കും ഡാൻസും പാട്ടും തോന്നിവാസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണ്, അതൊരു വലിയ കുഴപ്പമുള്ള സംഗതിയല്ല, മനസ്സിലായില്ല എന്ന ഒരു നിലവാരത്തിലേക്ക് വെറും അക്കല് കൊണ്ട് ബുദ്ധി കൊണ്ട് ഏത് രൂപത്തിലാണ് വ്യാഖ്യാനിക്കാനായിട്ടുള്ള വാക്സാമർത്ഥ്യമുള്ള ആളുകൾക്ക്, കുതന്ത്രം പ്രയോഗിക്കുന്ന ആളുകൾക്ക്. അപ്പൊ കുതന്ത്രക്കാർക്ക് അച്ചാണിയാകുന്ന കുറെ വാക്കുവിലാസങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളെ അങ്ങേയറ്റം തേജോവധം ചെയ്യുന്ന മുഅ്തസിലിയാക്കളെ പോലുള്ള അക്കലുകൊണ്ട് ദീന് വിശദീകരിക്കുന്ന ആളുകൾക്ക് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരെ എല്ലാവരും പുറന്തല്ലേതാണ്, അവിടെ പ്രത്യേകിച്ച് എടുത്തു വെക്കാനൊന്നുമില്ല. എന്നാലും ചില പ്രത്യേക വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ തഖ്വ അങ്ങേയറ്റം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹങ്ങൾ തന്നെ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരും നേതാക്കളും തന്നെ ചില സമയത്ത് കതറിപ്പോകുന്നത് കാണാം. സമൂഹത്തിൽ വല്ലാതെ അള്ളിപ്പിടിച്ച ചില കാര്യങ്ങൾ അത് ഇസ്ലാമിനോട് യോജിക്കുന്നതല്ല എന്ന് അവർക്കറിയാമെങ്കിലും കൃത്യമായി അത് ഇസ്ലാമിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ തങ്ങളുടെ സ്ഥാനവും പദവിയും ഇടിഞ്ഞു പോകുമോ, ഞങ്ങൾ ഈ കാലഘട്ടത്തിന് കൊള്ളാത്ത പണ്ഡിതന്മാരാണ് എന്ന് സമൂഹം വിലയിരുത്തി കളയുമോ? പ്രത്യേകിച്ചും ഇസ്ലാമിന്റെ ശത്രുക്കൾ ജൂത സമൂഹം, സയനിസ്റ്റുകൾ, യുക്തിവാദികൾ, നസാറാക്കൾ, ഇത്തരം ആളുകൾ ഇസ്ലാമിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ചില പ്രത്യേക വിഷയങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഒരു കാടൻ യുഗത്തിലുള്ളവരാണെന്നും അവർ ആധുനികത ഉൾക്കൊള്ളാത്തവരാണ് എന്നും അവർ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും തുല്യമായ സ്വാതന്ത്ര്യം നൽകാത്തവരാണ് എന്നുമൊക്കെ. കാരണം ഇസ്ലാമിന്റെ സ്വീകാര്യതയും സാധ്യതയും അജയ്യതയും എല്ലാം കാണുമ്പോൾ പിന്നെ പരദൂഷണം പറഞ്ഞിട്ടും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഇസ്ലാമിനെ തകർക്കാൻ പറ്റുമെന്നാണല്ലോ നോക്കേണ്ടത്. അങ്ങനെ അവർ ചില വിഷയങ്ങൾ എടുത്തിട്ട് അവർ ചിലപ്പോൾ സമൂഹത്തിലെ ഫോട്ടോ സൂട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും, വലിയ വലിയ ഡോക്ടർമാർക്കും സമുദായ നേതാക്കന്മാരൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ അവർ സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ ഉള്ളവരായിരിക്കും. രാജ്യം ഭരിക്കുന്നവരുടെ ആശ്രിതരായിരിക്കും, അവരുടെ വലങ്കയോ ഇടങ്കയോ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ ചിലപ്പം ഈ പിഴച്ച നേതൃത്വം, ഒന്നുകിൽ മുശ്രിക്കുകൾ, അല്ലെങ്കിൽ കാഫറുകൾ, അല്ലെങ്കിൽ ജൂതന്മാർ, അല്ലെങ്കിൽ സയനിസ്റ്റുകൾ, അല്ലെങ്കിൽ യുക്തിവാദികൾ, ഇവരൊക്കെയാണല്ലോ ലോകം നയിക്കുന്നത്. നമ്മുടെ രാഷ്ട്ര നേതൃത്വമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ആ നേതൃത്വത്തിന്റെ അംഗീകാരവും കയ്യടിയും കിട്ടാൻ വേണ്ടി ദീനിന് പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല. അതൊരു സ്വകാര്യ ജീവിതത്തിൽ വേണമെങ്കിൽ കൊണ്ടെടുക്കാവുന്ന ഒരു സംഗതി എന്ന നിലപാടിൽ കുറെ മോഡേൺ ഏജ് മുസ്ലിങ്ങൾ നേതാക്കന്മാർ, അവരാണ് സമുദായ നേതാക്കന്മാർ, അവർക്കാണ് വലിയ വലിയ അവാർഡ് കൊടുക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ സമുദായത്തിന്റെ പ്രതിരൂപങ്ങളായും പ്രതിപുരുഷന്മാരായൊക്കെ പരിചയപ്പെടുത്തുന്ന ഖുർആനിൽ ഒരു ജുസ് കാണാൻ വരുമെന്ന് വെച്ചാൽ അറിയില്ല, അറബി വായിക്കാൻ അറിയോ, ഫാത്തിഹ എല്ലാം അറിയില്ല, രാവിലെ ചിലന്റെ ദിക്ർ, വൈകുന്നേരം ചിലന്റെ ദിക്ർ അറിയില്ല, നിസ്കരിക്കാൻ കൃത്യമായിട്ട് അറിയോ, എങ്ങനെ നമസ്കാരത്തിന് റുക്കൂ ചെയ്യേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയോ, അതിന്റെ അകത്തിലുള്ള പ്രാർത്ഥന മുഴുവൻ അറിയോ? ഇതൊന്നും അറിയില്ല. ബാഹ്യമായി ചില ചടങ്ങുകളുണ്ടെങ്കിൽ ഇസ്ലാമാണ്. നിസ്കരിക്കാണെങ്കിൽ തന്നെ പള്ളിയിൽ വരണമെന്നില്ല, ജമാഅത്തിന് വരണമെന്നില്ല, സിനിമ ഉണ്ടെങ്കിൽ സിനിമ, ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, എല്ലാ പരിപാടിയിലും പങ്കെടുക്കും, ചാനലുകൾ, മ്യൂസിക്, ഇതൊക്കെ ആയിട്ട് നടക്കും ചെയ്യും. ആ സമുദായത്തിന്റെ മൊത്ത കുത്തക അവനെ ഏറ്റെടുക്കും ചെയ്യും. ഒക്കെ പറയേണ്ടത് ഞങ്ങളാണെന്നുള്ള, പത്തും പറയേണ്ടത് പണ്ഡിതന്മാരൊന്നല്ല ഞങ്ങളാണ് എന്നുള്ള നിലക്ക് ഈ ജാതി ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആശാരിമാരൊക്കെ നടക്കും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ തഖ്വയുള്ള ഭക്തരായ സലഫിയത്ത് അറിയാവുന്ന ചില പണ്ഡിതന്മാരും ചില പ്രത്യേക കാരണങ്ങളും പതറിപ്പോകും. വിഷയം ഖണ്ഡിതമായി പറയേണ്ടതിന് പകരം നേരിട്ടുള്ള ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയും അതേപോലെ അവരുടെ എതിർപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ഒന്നുകിൽ സത്യം മറച്ചു, അല്ലെങ്കിൽ സത്യത്തിൽ വെള്ളം ചേർക്കും, അതുമല്ലെങ്കിൽ സത്യവും അസത്യവും കൂട്ടിക്കുഴക്കും, അല്ലെങ്കിൽ യഥാർത്ഥ സത്യം തെളിഞ്ഞ രൂപത്തിൽ സമൂഹത്തെ അറിയാൻ അനുവദിക്കാതിരിക്കും. അവർക്ക് ഒരു കുറ്റബോധത്തിൽ കൽപ്പുണ്ടാവും. അള്ളാഹു അത്തരം ആളുകൾക്ക് ഹൃദയവിശാലം നൽകുകയും തഖ്വയിൽ അടിയുറച്ചു നിൽക്കാൻ അവരെയും നമ്മയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇസ്ലാമിൽ ഏതൊരു അമലും സ്വീകരിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർണായകമാണ്. ചില പണ്ഡിതന്മാർ 4 കാര്യങ്ങൾ അതിൽ എണ്ണിയിട്ടുണ്ട്. അത് വൈരുദ്ധ്യമൊന്നുമല്ല, അതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഏതൊരു അമല് ചെയ്താലും, ഒരു മുസ്ലിം ഒരു അമല് ചെയ്യുന്ന എന്തിനാണ്? മുസ്ലിം അമല് ചെയ്യുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താനാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും നമ്മൾ ചെയ്യുന്ന അമലിനാണ് ഇബാദത്ത് എന്ന് പറയാം. അപ്പൊ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് തഅബ്ബുദിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽപ്പെട്ടതാണ് വസ്ത്രധാരണവും. അത് ഇബാദത്താണ്. ഇബാദത്ത് ആയതുകൊണ്ട് തന്നെ അത് കണിശമായി ആചരിക്കൽ നിർബന്ധമാണ്. അത് പവിത്രമായി പരിഗണിക്കേണ്ടതുണ്ട്. കണിശമായി ആചരിക്കുന്ന നമുക്കത് അഴവഴമ്പനായിട്ട് കാണാൻ പറ്റും. നിസ്കാരം സക്കാത്ത് നോമ്പുമായിട്ടുള്ളതല്ല, നമുക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആണ് എന്നൊരു നിലവാരം ഇബാദത്തിലില്ല. കാരണം ഇബാദത്തിന്റെ എ ടു സെഡ്, അലിഫ് മുതൽ യാ വരെ അതാരാണ് പറഞ്ഞിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതിന്റെ അഭിപ്രായം പറയാനില്ല. പിന്നല്ലേ നമ്മള്, പിന്നല്ലേ ഖുർആൻ ഓതാൻ അറിയാത്തത്? ദീനിൽ അഭിപ്രായം പറയാനും ഹുക്മ പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അള്ളാഹുവിന്റെ വഹീനെ അതിജയിച്ചുകൊണ്ട് പാടുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ കണ്ടനാടി ഞാൻ പിടിച്ചു കളയുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും ദീനിൽ സ്വന്തം നിലക്ക് വിധി പറയാനും അഖാബീലിനെ പിന്തുടരാനും പോയാൽ നാം നിന്റെ കണ്ടനാടിയെ പിടിച്ചു മുറിച്ചു കളയുമായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖതഅനാഹു എന്നാണ്. മനസ്സിലായില്ല? അതിനെ മുറിച്ചു കളയുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഖതഅനാ ആരുടെ? അള്ളാന്റെ റസൂലോട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. അപ്പം തഅബ്ബുദിയായ ഏതൊരു വിഷയവും അഥവാ ഇബാദത്ത്, ആ ഇബാദത്തിൽ പെടുന്ന കാര്യങ്ങൾ സ്വീകാര്യമായിരിക്കണമെങ്കിൽ, സർവശക്തനായ അള്ളാഹു നമ്മിൽ നിന്ന് അത് പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായും ചില വിഷയങ്ങൾ നാം മനസ്സിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഒരു കർമ്മം പരിഗണിക്കുക അഥവാ സ്വീകരിക്കുക? അതിലേറ്റവും ആദ്യമായി വേണ്ടത് ഇഖ്ലാസാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അനുസരണം അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട്, അവന് മാത്രം. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാർത്ഥത എന്ന അർത്ഥം പറഞ്ഞാൽ അത് പൂർണ്ണമല്ല. അതിപ്പോ ശിർക്കും കുഫറും ചെയ്യുന്ന ആൾക്കാർക്കും പ്രത്യക്ഷത്തിനൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ പറഞ്ഞു പോകും. ഈ ആൾക്കാർ ചെയ്യുന്ന രീതി ഉണ്ടായില്ല. മനസ്സിലായില്ലേ? ശിർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് ശിർക്കിന്റെ വിഭാഗം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ എത്ര പണം ചെലവാക്കി, ദേഹപീഡകൾ സഹിച്ച്, അതൊക്കെ ആത്മാർത്ഥമായ വിഭാഗത്താണ് വിട്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷയുടെ പരിമിതമായ അർത്ഥം നോക്കിയത് ആത്മാർത്ഥമാണ്. ഇഖ്ലാസ് എന്ന വാക്കിന് അങ്ങനെ കേവലമായി ഒരാള്
സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ത്യാഗം സഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം എന്നല്ല അർത്ഥം. ത്യാഗം അതിൽ ഉൾച്ചേർന്നതാണെങ്കിൽ പോലും അതിന്റെ അർത്ഥം എന്താണ് എന്നറിയാമോ? യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുകയല്ല. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്നാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഏതാ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അള്ളാഹു ഒരുവനാണ്. അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല, എല്ലാവർക്കും ആശ്രയം നൽകുന്ന ആരാണ്? അള്ളാഹുവാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ്. നമ്മുടെ ഒരു ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് വേണം. അപ്പൊ ഒരാളുടെ തൗഹീദ് വസ്ത്രധാരണത്തിൽ പോലും പരിഗണിക്കപ്പെടും. വസ്ത്രധാരണത്തോടുള്ള നമ്മുടെ ഒരു നിലപാട് പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മുടെ തൗഹീദിന്റെ പരിഗണനയിൽ പോലും തൗഹീദിന്റെ ഏത്തപ്പത്തിൽ വരും. അള്ളാഹുവിന് മാത്രമേ ഞാൻ എന്നെ സമർപ്പിക്കൂ, അതല്ല തൗഹീദ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രമേ ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കൂ എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്ക് മനസ്സിരുത്തേണ്ട ഒരു നിർണായകമായ കാര്യമാണ് അത്. അള്ളാഹുവിന് മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ അപ്പൊ നമ്മൾ വസ്ത്രദാനത്തിന് വിഷയം വരുന്ന നേരത്തെ അതിൽ ഞങ്ങൾ ബഹുജനങ്ങളെ താല്പര്യം കൂടി പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരു ഇസ്ലാമിക രാജ്യത്തൊന്നുമല്ല, ഒരു ബഹുമത സമൂഹത്തിലാണ്. അല്ലെങ്കിൽ തന്നെ എല്ലാ ശത്രുക്കളും ഇസ്ലാമിന്റെ വസ്ത്രധാരണത്തെയാണ് പിടിച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ വെച്ചിട്ട് സ്ത്രീയുടെ സകല സ്വാതന്ത്ര്യവും അടിച്ചമർത്തി സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഉത്തേജിച്ച് നടക്കലാണല്ലോ. പരസ്യപ്പലകയിൽ അവളെ ഊഴ്ന്നെടുക്കുക, അവളുടെ സൗന്ദര്യം ഭർത്താവിന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കുന്നതിന് പകരം സകലർക്കും സമർപ്പിക്കുക. സ്ക്രീനുകളിലും പരസ്യപ്പലകളിലും സമർപ്പിക്കാം. അങ്ങനെ പെണ്ണിന് സ്വന്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഒരു ഉപഭോഗ വസ്തുവായി സമർപ്പിക്കലാണ് ഇപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യം. അതിൽ യാതൊരു പരാതിയും പരിഭവവും ഇല്ലാത്ത ആൾക്കാർ സ്വന്തം ഭാര്യമാരെയും പെൺമക്കളെയും അതിനൊടുത്തൊരുക്കി പറഞ്ഞേക്കുന്നവർ അതിനായിട്ട് സ്കൂൾ മുതൽ യുവജനോത്സവം നടത്തിയിട്ട് ഈ പെണ്ണുങ്ങൾ ഒടുത്തൊരുക്കി അണിഞ്ഞൊരുങ്ങി ഈ തോന്നിയാസത്തിലേക്ക് വ്യഭിചാരത്തിലേക്കും കുഫറിലേക്കും പ്രേരിപ്പിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കാൻ മാത്രമാണ് ഈ ഉത്സവങ്ങൾ മുഴുവൻ. അതിന് കോടികളും ലക്ഷങ്ങളും ചെലവാക്കി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു മടിയില്ലാത്ത, അതിന് ഓടി നടത്താൻ ഒന്നാമത്തെ സാംസ്കാരിക നായകൻ മുതൽ അവസാനത്തെ ആൾ വരണ്ടാവും. ഒരു വർത്താനം ഒരിക്കലും പറയാനില്ല. സ്വന്തം ഭർത്താവിന്റെ മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കേണ്ട സൗന്ദര്യം പഴയ ജാതി ആട്ടങ്ങളുടെയും ഡാൻസുകളുടെയും നൃത്തനൃത്യങ്ങളുടെയും പേര് പറഞ്ഞിട്ട് കണ്ടവന്മാര് കണ്ട വായു നോക്കിയുള്ള മുന്നിൽ മുഴുവൻ അവതരിപ്പിച്ച് പാതിരാക്കും കണ്ണു തുറന്നു വായും തേനൊലിപ്പിച്ചിന് ഇരിക്കാൻ ആൾക്കാർ ഈ പെണ്ണുങ്ങൾ കൂടുത്തുള്ളി ആടുന്നത് കാണാൻ വേണ്ടിയിട്ട്. അത് ഒരു ക്ഷമ എന്ന അക്ഷരം പറയാൻ കണ്ടേടമില്ലാത്തവരാണ് മുസ്ലിം ഉമ്മത്തിന്റെ പർദ്ദയെ കുറിച്ച്. അവർ അവരുടെ സൗന്ദര്യം ഭർത്താക്കന്മാർക്ക് വേണ്ടി പവിത്രതയോടുകൂടി കാത്തുസൂക്ഷിക്കുന്നതിനെ കുറിച്ച്, തങ്ങളുടെ ദേഹം നരകത്തിൽ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തവണ്ണം കരിച്ചു കളയുന്ന ആ ഒരു ദുരന്തത്തെ ഭയപ്പെടുന്നതിനെ കുറിച്ച് പുച്ഛത്തോടും പരിഹാസത്തോടും കൂടി സംസാരിക്കുന്നത് എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ്. നമുക്ക് ഇസ്ലാമിലൊരു വിഷയം മനസ്സിലാക്കാൻ 10,000 തെളിവൊന്നും വേണ്ട, വ്യക്തമായ പ്രമാണത്തിൽ ഒന്നും മതി. എന്നാൽ സ്ത്രീകൾ അവരുടെ സൗന്ദര്യം മറക്കേണ്ടതുണ്ട്. അത് സൗന്ദര്യം ഏറ്റവും പ്രകടമാകുന്ന മുഖം മുതൽ ശരീരത്തിലെ സൗന്ദര്യം പ്രകടമാകുന്ന എല്ലാം ഒരു സ്ത്രീ അന്യപുരുഷന്മാരുടെ അജാനിബിന്റെ മുന്നിൽ മറക്കേണ്ടതുണ്ട് എന്നുള്ളതിന് ഒരായത്ത് മതി. നമുക്ക് സ്വഹീഹായ ഒരു ഹദീസ് മതി. ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പൂർവികർ നൽകിയിട്ടുള്ള ഒരൊറ്റ ഹുക്മ മതി. നമുക്ക് ഒരു ഫത്വ, ഒരു വിധി മതി. പക്ഷെ ഇത് ഒന്നല്ല, 100 ഫത്വകളും 100 വിധികളും അതേപോലെ തന്നെ ഇഷ്ടം പോലെ ദശക്കണക്കിന് ആയത്തുകളും ഹദീസുകളും എല്ലാം ഈ വിഷയത്തിൽ തെളിവുണ്ടായിട്ട് പോലും അതല്ലാത്ത ഒന്ന് വേറെ ഒഴിവാക്കാൻ കിട്ടുമെന്ന് തെരഞ്ഞെടുക്കാൻ പറ്റും. ഒന്ന് വ്യാഖ്യാനിച്ച് അതെന്തുകൊണ്ട് പറ്റും? ഞാൻ ചിന്തിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സമുദായത്തെ ചികിത്സിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ദുനിയവി ഡോക്ടർമാരെ കുറിച്ചോ ദീനീ വിരുദ്ധരെ കുറിച്ചോ കളിയാക്കുന്നവരെ കുറിച്ചോ അല്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ പവിത്രത തെളിവുകൾ നിരത്തി നരകത്തെ ബോധ്യപ്പെടുത്തി സമൂഹത്തെ ശരിക്കും ബോധ്യപ്പെടുത്തേണ്ട പണ്ഡിതന്മാർ പോലും എന്തുകൊണ്ട് പതറിപ്പോകുന്നു? അതിന് ആവശ്യം എന്താണ്? ഇസ്ലാമിലെ ഏത് വിഷയത്തിലും കരുത്തോടുകൂടി നിൽക്കാൻ നമുക്ക് എന്താണ് തടസ്സം? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം ഇഖ്ലാസാണ്. രണ്ടാമത്തത് മുതാബഅത്ത് റസൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്ത് ചെയ്യണം? തുടരണം, പിൻപറ്റണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതെ
ഏത് വിഷയത്തിലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുടരാതെ നമ്മുടെ ഇബാദത്ത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിൽ വെക്കണം. നമ്മുടെ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വിശ്വാസം എന്ത് ചെയ്യണം? ഇത്തിബാഅ് ചെയ്യണം. അപ്പം വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ നമ്മൾ ആരെയാണ് ഇത്തിബാഅ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ ഇത്തിബാഅ് ചെയ്യണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളെ അവർ എന്ത് ചെയ്യണം? അവർ ഇത്തിബാഅ് ചെയ്യണം. കാരണം അവരെ സംബന്ധിച്ചത് കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിൽ പറഞ്ഞു അവർ ഏത് തരത്തിലാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന്. അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. അത് നമ്മൾ ഉൾക്കൊള്ളുകയും അത് കൊണ്ടുവരികയും വേണം. കാരണം മുത്താബഅത്തു റസൂൽ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ഇത്തിബാഅ് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിയെ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തിബാഅ് ചെയ്യണം. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടണമെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാനും നമ്മൾ റസൂലിനെ ഇത്തിബാഅ് ചെയ്യണം. വമാ ആതാകും റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക, റസൂൽ വിലക്കിയത് നിങ്ങൾ ഒഴിവാക്കുക. റസൂല് കൊണ്ടുവന്നത് നിങ്ങൾ എടുക്കുക, റസൂല് വിലക്കിയത് നിങ്ങൾ എന്ത് ചെയ്യുക? തള്ളുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തിന്റെ ഓരോ വിഷയത്തിലും എന്താണ് കൊണ്ടുവന്നത് എന്ന് നമ്മൾ നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് അത് നമ്മൾ എടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണ് വിലക്കിയത് എന്ന് നമ്മൾ പഠിക്കണം, അത് നമ്മൾ ഒഴിവാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് എടുക്കുക, റസൂലുള്ളാഹി വിലക്കിയത് നമ്മൾ ഒഴിവാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഏത് ഇബാദത്തിന്റെയും നിർണായകമായ വിഷയമാണ്. ഏത് രണ്ട് കാര്യം? ഒന്ന് ഇഖ്ലാസ്, രണ്ട് മുത്താബഅത്തു റസൂൽ. ഇനി അതിനെ പ്രബലമാക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി ചില പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒന്ന് മാത്രം എടുത്തു പറയുന്നുള്ളൂ. ഒന്ന് ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, നിങ്ങൾക്ക് നൽകപ്പെട്ടതിനെ ശക്തിയോടുകൂടി മുറുകെ പിടിക്കണം. ഇതിനെ ശക്തി കുറയുന്നു. ദീനിലൊരു വിഷയം വന്നാൽ എന്തിനാണ് പതറിക്കൊണ്ട കാര്യം? ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, നിങ്ങൾക്ക് നാം നൽകിയതിനെ ഖുവ്വത്തോട് കൂടി പിടിക്കണം. അപ്പം വസ്ത്രധാരണത്തിന്റെ വിഷയം മാത്രം വരുമ്പോൾ ഈ ഖുവ്വത്ത് അവിടെ പോകുന്നു. ചിലർക്ക് മ്യൂസിക്കിന്റെ വിഷയം വരുമ്പോൾ ഖുവ്വത്ത് പോകും. ചില ആൾക്ക് അതിലും ഖുവ്വത്തുണ്ടാവും, ഇതിലും ഖുവ്വത്തില്ല. ഏതെങ്കിലും ഒരു വിഷയം നമ്മളെ പരീക്ഷിക്കാനുണ്ടാവും. അത് ഞാൻ നിങ്ങൾ ഏത് കാലം സൂക്ഷിക്കും. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം തൽക്കാലം ഞാൻ എന്റെ നിലപാടിനെ കുറിച്ച് ചിന്തിക്കാം, എന്റെ കുടുംബത്തിലെ നിലപാടിനെ കുറിച്ച് ചിന്തിക്കാം. ആ നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യാവും? ഇതിനെ കാണാവും. നമ്മൾ ഏതൊരു സംസാരത്തെയും ഏതെങ്കിലും ഒരു സമൂഹത്തിന് എതിരോ അനുകൂലമോ എന്നതിനപ്പുറം നമ്മൾ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, അതിൽ നമുക്ക് എത്രത്തോളം പിൻബലം കിട്ടണം എന്ന ഒരു നിലവാരത്തിലായിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാം. അതുകൊണ്ട് മൂന്നാമതായി നമ്മുടെ അമല് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ പരിഗണിക്കണമെങ്കിൽ മൂന്നാമതായി നമുക്കുണ്ടായിരിക്കേണ്ട ഒരു യോഗ്യത, അത് സ്വീകരിക്കുന്നത് ഖുവ്വത്തോടു കൂടിയായിരിക്കണം. ഖുവ്വത്തോടു കൂടി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഖാമത്ത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുന്നു സൂറത്തു ഹൂദിന്റെ അവസാന ഭാഗത്ത് കാണാം, ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ട പ്രകാരം നീ ഇസ്തിഖാമത്ത് പുലർത്തണം. അതായത് കൽപ്പിക്കപ്പെട്ടതുപോലെ നിലകൊള്ളണം. കൽപ്പിക്കപ്പെട്ടതുപോലെ നിലകൊള്ളണം എന്നുള്ളതാണ് പ്രധാനം. കൽപ്പന ഉണ്ട്, നമുക്കിഷ്ടമുള്ളതുപോലെ നിലകൊള്ളണം എന്നല്ല. കൽപ്പന ഉണ്ട് നമ്മുടെ നാടിന്റെ സൗകര്യം, ചുറ്റുപാട്, അങ്ങനെയല്ല. ഇപ്പൊ ഇന്ന് ആളുകൾ ഇസ്ലാമിന്റെ ഹുക്മ് നോക്കുന്നത് പരിതസ്ഥിതിക്കനുസരിച്ചാണ്. നിയമം അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലെ പരിതസ്ഥിതിക്കനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒരു നിയമം സ്വീകരിക്കാം, അത് പറ്റില്ല. അങ്ങനെ കാലഘട്ടത്തിന്റെ പരിതസ്ഥിതിക്കനുസരിച്ച് മാറുന്നതല്ല വ്യക്തമായ ശരിയാണ്. നമ്മൾ അതിൽ അമ്രുണ്ടോന്നാണ് നോക്കുന്നത്. ഇസ്ലാമിൽ ഏത് വിഷയത്തിലും, വസ്തുതാരാത്ത വിഷയത്തിൽ അങ്ങനെ തന്നെ. ഇസ്ലാമിന്റെ കൽപ്പന എന്താണ്? അള്ളാഹുവിന്റെ അമ്ർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അമ്ർ എന്താണ് എന്ന് പരിശോധിക്കുന്നത്. അതാണ് സൂറത്ത് തൗബയിൽ, സൂറത്ത് ഹൂദിലെ 11-ാമത്തെ സൂറത്തിലെ 112, 113 ആയത്തുകൾ വായിച്ചാൽ കാണാം, ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ട പ്രകാരം നിങ്ങൾ നിലകൊള്ളണം. നിങ്ങൾ ഇസ്ലാമിന്റെ കൽപ്പനകൾ പാലിക്കണം എന്നല്ല പറഞ്ഞത്. എങ്ങനെയാണോ നിങ്ങൾക്ക് കൽപ്പന കിട്ടിയത് അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം?
അപ്രകാരം പാലിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കൽപ്പന കിട്ടിയ പ്രകാരം നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പലർക്കും എന്ത് ചെയ്യുന്നില്ല, അത് സാധിക്കുന്നില്ല. കൽപ്പന കിട്ടിയ പ്രകാരം പാലിക്കാൻ, കൽപ്പന കിട്ടിയതിൽ നമ്മളെ വക വെള്ളം ചേർത്തിട്ടും മാറ്റം വരുത്തിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പാലിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏത്? സൂറത്ത് ഹൂദിലെ ആയത്തിന്റെ പ്രത്യേകത ഉണ്ട്. ആ ആയത്ത് ഇറങ്ങിയതിനെ തുടർന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലമുടി നരച്ചു പോയത്. ഷയ്യബ്തനി സൂറത്ത് ഹൂദ് എന്നിട്ടില്ലേ? സൂറത്ത് ഹൂദ് എന്നെ നരപ്പിച്ചു. ആ സൂറത്ത് ഒന്നാകല്ല നരപ്പിച്ചത്, ഈ ആയത്താണ്. ആ ആയത്ത് റസൂലുള്ളാഹി എടുത്തു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറായി, അള്ളാഹ് കൽപ്പിച്ചതുപോലെ തന്നെ ഞാൻ ജീവിക്കുന്നുണ്ടോ എന്നുള്ള അങ്കലാപ്പും ബേജാറുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുടി യൗവനത്തിൽ തന്നെ കുറച്ച് തലമുടി നരച്ചിട്ടുള്ളൂ. വിരലെണ്ണാവും തലമുടിയാണ് നരച്ചെങ്കിലും അതിന് കാരണമായ ആയത്തേതാണ് ഫസ്തഖിം കമാ ഉമിർത. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട കൽപ്പനകൾ എന്താണ് എന്നേരത്തല്ല എനിക്കും നിങ്ങൾക്കും സംശയമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആമുഖം ഇത്രയും വർദ്ധിപ്പിച്ചത്. കൽപ്പന എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എന്താ പറയാൻ പോകണമെന്നും അറിയാം. ഇനി എന്തായിരിക്കും സംസാരിക്കുക, എന്തെല്ലാം തെളിവുകളായിരിക്കും പറയുക എന്നുള്ളത് ഈ സംസാരം ശ്രമിക്കുന്ന ഏതാണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതൊക്കെ അങ്ങനെ തന്നെ പുലർത്തേണ്ടതാണോ എന്നിടത്താണ് പലർക്കുന്നുള്ളത് ആശയക്കുഴപ്പമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ഈ കാര്യങ്ങൾ: ഒന്ന്, ഇഖ്ലാസ്; രണ്ട്, മുതാബഅത്തു റസൂൽ; മൂന്ന്, അഖ്ദു ബിഖുവ്വ, ശക്തിയോടുകൂടി എന്ത് ചെയ്യാ, പിടിക്കുക; നാല്, ഇസ്തിഖാമ. എന്താണ് ഇസ്തിഖാമ? അതാണ് ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ട പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, നിലകൊള്ളണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. അത് ഈ ഒരു വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട എല്ലാ വിഷയത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുലർത്തുകയും പാലിക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം. ഇനി നമുക്ക് തെളിവുകളാണ് പരിശോധിക്കാനുള്ളത്. ഇത് സ്ത്രീകൾ ഉൾക്കൊള്ളേണ്ട മുഴുവൻ കാര്യങ്ങളും അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എല്ലാ വിഷയങ്ങളും നമുക്ക് ക്ലാസ് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടും അതിലുള്ള ആശയക്കുഴപ്പങ്ങളും സമൂഹത്തിൽ പലരെയും പിന്തിരിപ്പന്മാരായി ചിത്രീകരിക്കുന്നതിന് നിജസ്ഥിതിയും ഒക്കെ ബോധ്യപ്പെടാൻ നമുക്ക് ഹൃദയമുള്ളവരുടെ ഹൃദയം പാറിപ്പോകാൻ മാത്രമുള്ള താക്കീത് വസ്ത്രധാരണത്തെ അവഗണിക്കുന്ന സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് വസ്ത്രാണത്തിന് നിയമമുണ്ട്, അത് അവഗണിച്ചാൽ അവർക്ക് ശിക്ഷയുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ ശക്തമായ താക്കീത് കൊണ്ട് സ്ത്രീകൾ അവർക്ക് നൽകിയ നിയമങ്ങൾ അവർ അവഗണിക്കുന്ന കാര്യത്തിലല്ലേ എന്ന് നിങ്ങൾ പരിശോധിച്ചു ആണെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം വിലയിരുത്തേണ്ടതാണ്, വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ടതാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ നമ്മുടെ മുമ്പാകെ ഉണ്ടായിരിക്കേണ്ട വിശേഷങ്ങളും അതേപോലെ തന്നെ വിശേഷണങ്ങളും എന്തൊക്കെയാണ് എന്നാണ് പഠിക്കേണ്ടത്. അപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, സ്വർഗത്തിലേക്കാണ് നമുക്ക് സഞ്ചരിക്കാനുള്ളത്. ലോകത്തുള്ള ഏതാണ്ട് എല്ലാവരും നരകത്തിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സംശയം തോന്നും. കുഫറിന്റെ ആളുകൾ, ഷിർക്കിന്റെ ആളുകൾ, ബിദ്അത്തിന്റെ ആളുകൾ, ഹറാമിന്റെ ആളുകൾ, ഹവയുടെ ആളുകൾ, ഇവരൊക്കെ അറിഞ്ഞും അറിയാതെയും എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? നരകത്തിലേക്കാണ്. നരകത്തിലേക്ക് സഞ്ചരിക്കുന്നവരെ പോലെ തന്നെ നമുക്കും ജീവിക്കണമെന്നൊരാൾ കരുതിയാൽ അയാളെ വിട്ടി എന്നല്ല വിളിക്കേണ്ടത്. നരകത്തിൽ പോകുന്നവർക്ക് എങ്ങനെയും വസ്ത്രം ധരിക്കാം, അവർക്ക് എന്തും ചെയ്യാം, അവർക്ക് ആര് കൂടെ കൂടാം, അവർക്ക് എന്ത് വർത്താനം പറയാം, അവർക്ക് എന്ത് വ്യാഖ്യാനം നൽകാം. കാരണം അവർ നരകത്തിലേക്ക് പോകാനുള്ളവരാണ്. നരകത്തിലേക്ക് പോകുന്നവരെ പോലെ തന്നെ നമ്മൾ വാഴുകയും എന്നിട്ട് നമ്മൾ സ്വർഗത്തിലെത്തണമെന്ന് കരുതുകയും ചെയ്താൽ അത് വിവരക്കേടാണ്. സ്വർഗത്തിലേക്ക് വേറൊരു വഴിയാണ്. അത് സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ വസ്ത്രധാരണത്തിൽ വ്യക്തമായി നിൽക്കും. നമ്മുടെ സഹോദരിമാർ, ഉമ്മമാർ, ഭാര്യമാർ, പെൺമക്കൾ, അവരോട് പറയാനുള്ളത്, നിങ്ങൾ സ്വർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന സവിശേഷതയുള്ള സ്ത്രീകളാണ്. നിങ്ങളുടെ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരാണ്. അതേപോലെ സഹാബ കിറാമിന്റെ പത്നിമാർ, സഹോദരിമാർ, പെൺമക്കൾ റളിയല്ലാഹു അൻഹുന്ന അവരാണ്. അതുകൊണ്ട് സഹാബ വനിതകളാണ് നിങ്ങളുടെ മാതൃക. അവയിലേക്ക് അങ്ങോട്ട് മടങ്ങിയിട്ട് നമ്മുടെ ദീൻ മെച്ചപ്പെടുത്താൻ നോക്കുന്നതിന് പകരം ദീനിൽ നമ്മേക്കാൾ താഴെ നിൽക്കുന്ന ആളുകൾ അവർ വായിത്തലത്തി എന്ത് പുലമ്പുന്നു എന്ന് നോക്കി അതിനനുസരിച്ച് എനിക്ക് ആകാൻ പറ്റുമോ എന്ന് താഴോട്ട് പോകാനല്ല ഒരിക്കലും എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ദീനിന്റെ കാര്യത്തിൽ എപ്പോഴും പ്രിയപ്പെട്ടവരെ മുകളിലേക്ക് നോക്കണം. താഴോട്ട് നോക്കാൻ പറഞ്ഞത് ഏത് കാര്യത്തിലാ? ദുനിയാവിന്റെ കാര്യത്തിലാ. ഖേദകരമെന്ന് പറയട്ടെ, നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിൽ മേലോട്ട് നോക്കും.
നമ്മളെക്കാൾ ഉയർത്തുന്നത് അവിടെ എത്തണമല്ലോ, അത്രയെങ്കിലും എത്തണമല്ലോ, എന്റെ മുകളിലുള്ള ആളുടെ അരികിലെങ്കിലും എത്തണമല്ലോ. ദീനിന്റെ കാര്യത്തിൽ താഴോട്ട് നോക്കും, ഓ അവനേക്കാൾ ഞാൻ അത്ര മെച്ചമാണെന്ന് കരുതി ആശ്വസിക്കും. ഇതിന് മാറ്റം വരണം. ദീനിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ മുകളിലുള്ളവരെ തന്നെ നോക്കണം. ഇന്ന് ഈ ഇസ്ലാമിക വസ്ത്രധാരണവുമായി, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്ന പല നേതാക്കന്മാരും ചില പണ്ഡിതന്മാരും അടക്കമുള്ള ആളുകളെ പരിശോധിച്ചാൽ കാണാം, അവർ താഴോട്ടല്ലേ നോക്കുന്നത്. എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ല. ദീനിന്റെ ഹുക്കുമിന്റെ വിഷയത്തിൽ തങ്ങൾ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്ത വിഷയത്തെക്കാൾ താഴെ നിൽക്കുന്ന ആളുകൾ നോക്കി അവരിലേക്ക് താഴാനല്ലേ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അനുവദിക്കുന്നത് എന്ന് തോന്നിപ്പോകും. പക്ഷെ ഒരു കാര്യം ഏതായാലും നമുക്ക് സമാധാനമുണ്ട്. എത്ര വലിയ നേതൃത്വത്തിലുള്ളവരാണെങ്കിലും ഉത്തരവാദപ്പെട്ടവരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും അവരെയൊന്നും അള്ളാഹു ഈ സമുദായത്തിന്റെ മാനേജർമാരായി നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും പറയുമ്പോഴേക്കും അത് കണ്ണു ചിമ്മി പാലിക്കേണ്ട ചുമതലയൊന്നും നമുക്കില്ല. അവർ പറഞ്ഞാലും പറയാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളെ പരിശോധിക്കണം. അത് ദുനിയവിയാണോ അതോ ദീനിയാണോ? ഒരു ഹുക്മ് പറയുന്ന പണ്ഡിതന്മാരാണെങ്കിൽ പോലും അവരെ അതിൽ പ്രേരിപ്പിക്കുന്ന ഘടകം അത് ദുനിയവിയായ വല്ല താല്പര്യങ്ങളും വരെ സ്വാധീനിച്ചിട്ടുണ്ടോ? കക്ഷിത്വപരമായ വല്ല താല്പര്യം വരെ സ്വാധീനിക്കുന്നുണ്ടോ? അതല്ല പ്രമാണങ്ങളുടെ പ്രതിബദ്ധതയാണോ എന്നുള്ളത് അത് ഓരോരുത്തരും അവതരിപ്പിക്കുകയോ വിഷയം ഉന്നയിക്കുകയോ ചെയ്യുന്ന ശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും ഞാൻ ആമുഖമായി ഓർമ്മിപ്പിക്കാണ്. എന്താ പറഞ്ഞത്? സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒരേ വഴിയല്ല. സ്വർഗത്തിലേക്ക് പോകുന്നവർ അതിന്റെ പവിത്രതയും കുലീനതയും എല്ലായിടത്തും കാണണം. അത് ഏറ്റവും പ്രത്യക്ഷമായി കാണുന്ന ഒരു സ്ഥലമാണ് വസ്ത്രധാരണം. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ചില ആളുകൾ പറയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വസത്തിയത്താണ്. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, നിങ്ങളെ ഒരു വസത്ത് ഉമ്മത്തായിട്ട് ഒരു മധ്യമ സമൂഹമാക്കി മാറ്റി. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ തീവ്രമായിട്ട് പറയും, ചില ആൾക്കാർ പച്ച ഇല്ലാതാക്കി പറയും. നമുക്ക് അതിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കാം, വേണമെങ്കിൽ ഒരു പെണ്ണൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു ഇസ്ലാം നടുവിൽ ഇങ്ങനെ പിടിക്കും. ചില ആൾക്കാർ ഇസ്ലാമിന്റെ നിയമത്തിന്റെ അങ്ങേയറ്റം വരെ പോയിട്ട് സഹാബാവന്തകളെ പോലെ തന്നെ ആകാൻ ശ്രമിക്കും. വസ്ത്രധാരണത്തിലുണ്ടാവില്ല വസതിയെത്തി. ചില ആൾക്കാർ തീരെ ഒക്കെ മറച്ചിട്ട് അവരുടെ കാത് വെളിപ്പെടുത്തി മുടിയും കാണിച്ച് മാരടങ്ങൾ കുറെ ഭാഗവും കാണിച്ച് പേര് വരെ തട്ടിട്ടുണ്ടാവും. അങ്ങനെ പച്ച താഴോട്ട് പോകുന്ന ആൾക്കാർ. നമ്മൾ അങ്ങനെ പച്ച മോശമല്ല, എന്നാൽ സ്വഹാബാവന്തകളെ പോലെ അങ്ങനെ ഉയർന്ന് വലിയ മുത്തക്കകളായി മൗലവിക്കലായിട്ട് നടക്കും വേണ്ട. നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിങ്ങനെ ഒരു വസത്തിൽ നടക്കാം. കാരണം നമ്മൾ ഉമ്മത്തൻ വസത്തൻ ആയിട്ട് പോകും. സത്യത്തിൽ വസത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞല്ല, നേരെ മറിച്ച് ഈ അറ്റത്ത് പോയി നിൽക്കുന്നതിനാണ് വസത്ത് എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഇസ്ലാമിന്റെ ഒരു കൽപ്പന, അതിന്റെ പൂർണ്ണമായ അവസ്ഥയാണ് ഈ അറ്റമെങ്കിൽ, തീരെ ഇല്ലാത്ത അവസ്ഥയാണ് ഈ അറ്റമെങ്കിൽ വസത്ത് എന്ന് പറഞ്ഞാൽ നടുവല്ല. വസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ്. അത് ഖുർആനിന്റെ ആയത്തുകളെ വിശദീകരിക്കുന്ന ഡിക്ഷണറികൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം. വസത്ത്, ഉമ്മത്ത് വസത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാഗിബ് അദ്ദേഹം തന്റെ മുഫ്രദാത്തിൽ കൊടുത്തിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? വസത്തുൽ വാദി എന്ന് പറഞ്ഞാൽ ഒരു താഴ്വരയുടെ മദ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒത്ത നടുവല്ല, നാല് ഭാഗത്തേക്കും ഒരേ ദൂരമുള്ള നടുഭാഗത്തിനല്ല പറയാം. വസത്തുൽ വാദി എന്ന് പറഞ്ഞാൽ ആ താഴ്വരയിൽ ഏറ്റവും കൂടുതൽ പുല്ല് കിട്ടുന്ന സ്ഥലം. താഴ്വര എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനാണ്? ആടിനെ മേയ്ക്കാനാണ്. അവിടെ പുല്ലാണ് താഴ്വരയിൽ പ്രധാനം. താഴ്വരയുടെ വസത്ത് പുല്ലുള്ള സ്ഥലം, ചിലപ്പോൾ അതൊരു മൂലയിലായിരിക്കും, പക്ഷെ അതാണ് വസം. ധാരാളം പുല്ലുള്ള സമൃദ്ധമായി ചെടി കിട്ടുന്ന സ്ഥലത്തിനാണ് വസത്തുൽ വാദി എന്ന് പറയാം. ഒരു കസേരയുടെ വസത്ത് ഏതാണ്? നടു. അവിടെ ഇരിക്കേണ്ടത്. അറ്റത്തിരുന്ന കസേര മറിഞ്ഞുപോലും. വസത്തിന്റെ കൃത്യസ്ഥലമാണ്. അപ്പൊ ഇസ്ലാമിക നിയമത്തിന്റെ വസത്തിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് അല്ല, അത് ഏറ്റവും കൃത്യമായ സ്ഥലത്ത് പോയി നിൽക്കൽ. അതുകൊണ്ട് നമ്മളിവിടെ പരിശോധിക്കുന്നത്, ഇനിയിപ്പോ നാളെ മുതൽ ആളുകൾ പരിശോധിക്കും എന്ത്? ഈ ഇത്തരം വസത്തി ഇസ്ലാമിന്റെ കൃത്യമായ വിധികളെ കുറിച്ച് കർക്കശം പുലർത്തുകയോ കണിശമായി സംസാരിക്കുകയോ ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും? ഇനിയിപ്പോ നാളെ മുതൽ അവരുടെ ഭാര്യമാരും അവരുടെ പെൺമക്കൾ നല്ലത് പരിശോധിച്ചോളൂ. ഹൈറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അവരുടെ ഉമ്മ, അവരുടെ നാട്, അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ എങ്ങനെയാണെന്ന് പരിശോധിച്ചിട്ട് അവര് ശരിയല്ല, അവരെങ്ങനെ, അതുകൊണ്ടൊന്നും ഈ ഹുക്കുമിന് മാറ്റം വരില്ല. പറയുന്ന ആളുകൾ അവരുടെ കുടുംബത്തിൽ ഇത് പുലർത്താൻ കഴിയാത്തവരാണെങ്കിൽ അവർ അറിഞ്ഞിട്ടും അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ ഇരട്ടി ശിക്ഷ അള്ളാഹുവിൽ ഏറ്റുവാങ്ങേണ്ടി വരും എന്നല്ലാതെ മൗലിക വലിയ പ്രസവമൊക്കെ നടത്തി നിങ്ങൾ അയാളെ ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ന ആളുകൾക്ക് അവനവന് നിയമങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാനുള്ള ഉപാധിയായി മാറുന്നു എന്നുള്ളത് സമൂഹത്തിൽ കേൾക്കുന്ന ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് അയാൾ മറുപടി സംശയമില്ല.
എന്നുള്ളതിൽ അപ്പുറം. അതുകൊണ്ട് എന്നോടും നിങ്ങളോടുമുള്ള വസീയത്തായിട്ടാണ് ഞാൻ വിഷയം അവതരിപ്പിക്കുന്നത്. അടിച്ചേൽപ്പിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളൊന്നുമില്ല. അത് കഴിയില്ല എന്നുള്ളത് ഈ വിഷയത്തെ ലാഘവത്തോടു കൂടി കാണാനുള്ള ഒരു ഒരു വിഷയം അതില്ല. അപ്പൊ വസത്തിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യത പാലിക്കണം. അതാണ് വസത്തിൻകമാവും നിർത്താം. എന്താണോ കൽപ്പന, ആ കൽപ്പന അങ്ങനെ തന്നെ പാലിക്കലാണെന്ത്? വസത്തിയത്ത്. അല്ലാതെ ആ കൽപ്പനയിൽ കുറച്ച് താഴോട്ട് വന്ന് പറ്റ താഴോട്ട് പോകാതെ ഒരു നടുവിൽ നിൽക്കുന്ന ഒരു ഏർപ്പാടല്ല വസത്തിയത്ത്. തെങ്ങിൽ കയറുമ്പോൾ നടുവരെ കയറിയാൽ പോരാ, ഫലമുള്ളിടത്ത് വരെ എന്ത് ചെയ്യണം? കയറണം. മനസ്സിലായില്ലേ? ഞങ്ങൾ വസത്തിയത്തിന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് തെങ്ങിൽ ഞങ്ങൾ പകുതി വരെ കയറുള്ളൂ എന്ന് പറഞ്ഞാൽ കായ് കിട്ടൂല. മനസ്സിലായില്ലേ? ഇസ്ലാമിന്റെ ഫലപ്രാപ്തി വേണോ? നിയമത്തിന്റെ മിനിമാണോ മാക്സിമാണോ? ഫത്തഖുല്ലാഹ മസ്തതഅ്തും. പക്ഷെ ഈ ആയത്ത് ആളുകൾ ഓതാറുള്ളത് മിനിമം പാലിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇത്രയൊക്കെ നടക്കുള്ളൂ, കാരണം കേരളത്തിലല്ലേ, ഇത് ഇന്ത്യ രാജ്യമല്ലേ, അറേബ്യ എന്നല്ലല്ലോ, പിന്നെ ഇസ്ലാമിക രാജ്യമൊന്നല്ലല്ലോ. അതുകൊണ്ട് കഴിയുന്ന കാര്യമൊക്കെ നമ്മൾ ജീവിക്കാം, നോക്കണം. ഇസ്ലാമിക വസ്ത്രധാരണം സ്വീകരിച്ചാൽ ആരാ നമ്മൾ തൂക്കിക്കൊല്ലാൻ പോകുന്നത്? ആരാ നമ്മൾ കാത്തവറൊക്കെ ധരിക്കാൻ പോകുന്നത്? ഏറിയാല് കുഫറിന്റെ വക്താക്കളും അഹ്ലുൽ ബിദ്അത്ത് വൽ ഹവയുടെ ആളുകളും കളിയാക്കിയെന്ന് വരും. അവരല്ലെങ്കിലും കളിയാക്കും. ദീനിനെ ഇഷ്ടമില്ലാത്തവര് ഇബ്ലീസിന്റെ ആൾക്കാർ കളിയാക്കാനായിട്ട് നിൽക്കാൻ. അപ്പൊ അവര് കളിയാക്കുമെന്നല്ലാതെ ഇസ്ലാമിക വസ്ത്രധാരണം പാലിക്കുന്നതിൽ കേരളത്തിൽ ഒരു പ്രത്യേകിച്ച് ഇളവെന്താ അത്യാവശ്യം? ഇളവ് കൊടുക്കേണ്ട ഒരു അനിവാര്യത ഇവിടെ എന്ത് സംഭവിച്ചു? ഞാനിപ്പോ കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ കയറിയ സമയത്ത് എനിക്ക് എന്റെ ശാസ്ത്രമൊന്നും അറിയില്ല, ഞാനത് പഠിക്കാൻ വേണ്ടി നിൽക്കാൻ ശേഷം ഞാൻ ആ വിഷയം പറയുന്നത്. പർദ്ദയിട്ട് കയറുന്ന സ്ത്രീകളെ മുഴുവൻ ഹോസ്പിറ്റലിൽ വിലക്കും. പർദ്ദ പിന്നെ പർദ്ദ എന്ന് പറയുമ്പോൾ മറ്റു പലതരത്തിലുള്ള വികാരം കയറി വരും. അപ്പൊ സംഗതി അണുക്കൾ കയറുന്ന പറയും. ഈ പർദ്ദന്റെ മുകളിൽ മാത്രമുള്ള അണുക്കൾ എന്താന്നുള്ളത് എനിക്ക് അറിയില്ല, ഞാനത് പഠിക്കണം, ഡോക്ടറിനോട് ചോദിച്ച് പഠിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വിഷയമാണ്. സാന്ദർഭികമായിട്ട് പർദ്ദ എന്ന് പറയുമ്പോഴേക്ക് അവിടുത്തെ സെക്യൂരിറ്റി ചാടി വീഴും, സൂപ്രണ്ട് ചാടി വീഴും, എല്ലാവരും ചാടി വീഴും. ഞാൻ അവിടെ ബഹളം നടത്തേണ്ടി വന്നു, കാരണം ഉമ്മനോട് പർദ്ദ വെച്ചേക്കാൻ പറയാൻ പറ്റും എനിക്ക്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ പർദ്ദ ഒരു കറുത്ത വസ്ത്രമാണ്, അത് ആകെ വൈറസും അണുക്കളായിട്ട് നടക്കുകയാണ്, അത് ഇൻഫെക്ഷൻ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പർദ്ദ എന്ന കറുത്ത വസ്ത്രത്തിൽ നിന്ന് മാത്രമാണോ ഈ ഇൻഫെക്ഷൻ എന്നുള്ള സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. അതുണ്ടോ ഇല്ല എന്നുള്ളത് പഠിച്ചു. ഞാനിത് ഇവിടെ സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യമല്ല, എനിക്കുണ്ടായ ഒരു വികാരം സാമർഥികമായി ഞാൻ പങ്കുവെച്ചു പോയതാണ്. കാരണം പർദ്ദ എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ കണ്ണുകളിൽ അത് കാണുന്നില്ല. വിമർശിക്കുന്ന ആളുകൾ ആ ശൈലിയിൽ നിന്ന് അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട്, ശത്രുക്കളുടെ പ്രചാരവേല അത്രയുണ്ട് പർദ്ദക്ക്. എന്നിട്ടോ ഈ നേരത്തെ പറഞ്ഞ ആളുകൾ അവിടെ പോയത് പർദ്ദ അറിയാതെ കഴിച്ചു പോവാണ്. അപ്പൊ നമ്മൾ അങ്ങനെ അനുവദിക്കേണ്ടതുണ്ട്. അങ്ങനെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ മാത്രം അങ്ങനെ ഒരു വൈറസ് വരുന്ന സ്വഭാവമുണ്ട്. കോഴിക്കോട് കോട്ടപ്പുറം ഹോസ്പിറ്റലിൽ ഇപ്പൊ കഴിഞ്ഞ മാസം ഞാൻ കണ്ട കാര്യം ഞാൻ പറയുന്നത്. പേരെടുത്ത് പറയുമ്പോൾ ഞാനവിടെ പരാതി കൊടുത്തിട്ടുണ്ട് ആ വിഷയത്തെ കുറിച്ച്. അപ്പൊ ഏതായിരുന്നാലും ശരി, എന്താ ഈ പർദ്ദ എന്ന് പറയുമ്പോഴേക്ക് ആളുകൾക്ക് ഹാലിളകുന്നത്? ആ ഹാലിളകുന്നവരെ കണ്ട് നമ്മൾ ഹാലിളകുകയാണോ വേണ്ടത്? അവരെ പോലെ തന്നെ നമ്മൾ ഹാലിളകി നമുക്കും തോന്നുന്നു പർദ്ദക്കെന്തോ ഒരു കുഴപ്പമുണ്ട്, അതിന്റെ മുകളിൽ വൈറസ് ഉണ്ട് എന്നൊരു തോന്നൽ വേണോ? അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ നോക്കൂ, പ്രമാണങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സഹാബികൾ പർദ്ദയോട് സ്വീകരിച്ച സമീപനം? താബികൾ എങ്ങനെയാണ്? നാളിതുവരെയുള്ള തലപ്പുകൾ ആ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം എന്താണ്? അത് നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും വിലയിരുത്തണം. അപ്പം ഹിജാബ് ആദത്താണോ ഇബാദത്താണോ എന്നതാണ് ഒന്നാമത്തെ ചർച്ച. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ഹിജാബ്. അതിൽ ഹിജാബുണ്ട്, ജിൽബാബുണ്ട്, ഹിമാറുണ്ട്. ഈ പ്രയോഗങ്ങളൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. ആ ആയത്തുകൾ ഓരോന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് പരിശോധിക്കാം. ആദ്യം പലരും മനസ്സിലാക്കിയത് വസ്ത്രധാരണം ഒരു ആദത്താണ്. അറബികൾ ചിലപ്പോൾ ആകെ മൂടിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടാവും. നമുക്ക് മാംസളമായ ഭാഗങ്ങൾ മറച്ചു വെച്ചാൽ മതി, വല്ല കടലാസ് ഒട്ടിച്ചാൽ മതി എന്നുള്ള ആൾക്കാണ് പല ആൾക്കാരെയും ചർച്ച. കാരണം മാംസം കാണാതിരുന്നാൽ മതി, അതാണ് വസ്ത്രം എന്നാ പലരും കരുതിയത്. മനസ്സിലായില്ലേ? അത് മറ്റേതാണ് ഒരു മൂടി വസ്ത്രം ധരിക്കാനുള്ളത്. അത് അറബികളുടെ ഒരു ആദത്തായിരുന്നു, അതൊരു ഇബാദത്തല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിജാബ് വാജിബാണ്, അത് ഇബാദത്താണ്. നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണ്? ഹിജാബ് എന്ന് പറയുന്നത് ആദത്തല്ല, അത് ഇബാദത്താണ്, അത് വാജിബാണ്. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن ولا يبدين زينتهن إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن
ഔ നിസാഇഹിന്ന ഔ മാ മലകത അയ്മാനുഹും അബിത്താബിഈന ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാലി അബിത്തുലിൽ ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. സൂറത്തുൻ നൂർ 31-ാമത്തെ ആയത്ത്. വഖുൽ ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളോട് പറയണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തണം എന്ന്. വയഹ്ഫദ്ന ഫുറൂജഹും, വഖുൽ ലിൽ മുഅ്മിനാത്ത് യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ, സത്യവിശ്വാസിനികളോട് പറയണം, അവളുമാർ അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ. നമ്മൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ പുരുഷന്മാരിൽ നിന്ന് കണ്ണുകൾ താഴ്ത്താൻ പരിശീലിപ്പിക്കാറുണ്ട്. അത് വരുന്ന പുരുഷന്മാരെ മുഴുവൻ അവരുടെ നേരെ കണ്ണെറിയുന്ന സ്വഭാവമാണ് നമ്മുടെ സ്ത്രീകൾക്ക്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. വയഹ്ഫദ്ന ഫുറൂജഹും, അവർ ലൈംഗിക സദാചാരം പാലിക്കട്ടെ, രഹസ്യാവയവങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളട്ടെ. വലാ യുബ്ദീന സീനതഹും, അവരുടെ അലങ്കാരം അവർ വെളിപ്പെടുത്താതിരിക്കട്ടെ. അത് ശരീരത്തിന്റെ അലങ്കാരമാണ് വെളിപ്പെടുത്തേണ്ടതാണ്. ഇല്ലാ മാ ദഹറ മിൻഹ, അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നത്. അതായത് ശരീരത്തിന്റെ അലങ്കാരം മറച്ചാൽ കാണുന്ന അലങ്കാരം കുഴപ്പമില്ല. ഇല്ലാ മാ ദഹറ മിൻഹ, അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നത് വസ്ത്രത്തിന്റെ അലങ്കാരമല്ലാതെ. അവിടെയും തെറ്റിദ്ധരിക്കേണ്ട, നല്ല അലങ്കാരമുള്ള നല്ല ചിത്രപ്പണികളുള്ള വസ്ത്രം ധരിച്ച് അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് സ്ത്രീകൾക്ക് പോകാൻ അനുവാദമൊന്നുമില്ല. അനാകർഷകമായ വസ്ത്രമേ അന്യരുടെ മുന്നിലേക്ക് സ്ത്രീകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ആകർഷകമായി സ്മരിക്കാൻ പാടില്ല. എല്ലാവരെയും ആകർഷിക്കുന്ന വസ്ത്രം പോലും ധരിക്കാൻ പാടില്ല. ഇനി അനാകർഷകമായ വസ്ത്രം ധരിച്ചാൽ തന്നെ സ്ത്രീയ ആ ഒരു വസ്ത്രം ധരിച്ചത് കൊണ്ടുണ്ടാകുന്നത് അവരുടെ പരിചയപ്പെടാത്ത കാര്യമാണ്. അതൊഴികെ ولا يبدين زينتهن إلا ما ظهر منها وليضربن بخمرهن على جيوبهن, അവരുടെ ഹിമാറുകൾ, മുഖമക്കനകൾ. ഹിമാർ മൂടുന്ന വസ്ത്രം, ഹംറ് നന മൂടുക, ബുദ്ധി മൂടുന്നതാണ് കള്ളിന് ഹംറ് എന്ന് പേരിട്ട്. ആ വാക്കിൽ തന്നെ അർത്ഥം. അപ്പൊ മൂടുന്ന വസ്ത്രങ്ങൾ, അവരുടെ മുഖമക്കനകൾ അവർ മാറിടങ്ങളിലൂടെ താഴ്ത്തിയിടട്ടെ. വല്ലതിരിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന വലാ യുബ്ദീന സീനതഹും, അവരുടെ അലങ്കാരം വെളിപ്പെടുത്തരുത്. അവരുടെ അലങ്കാരം അവർ വെളിപ്പെടുത്തരുത്. ഇളവുള്ളത് എവിടെയാണ്? ഇല്ലാ ലിബൂലതിഹിൻ, ഇത് ആരൊക്കെയാണെന്ന് പഠിക്കണം. ഇതല്ലാത്തവരൊക്കെ അജാനിബാണ്. മഹ്റം എന്ന് പറഞ്ഞാൽ ഇവരെ കൂടെയാണ് സ്ത്രീക്ക് യാത്ര പോകാൻ അനുവാദമുള്ളത്. ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും ദീർഘയാത്രയാണെങ്കിലും ഒക്കെ ഈ പറയുന്ന ആളുകൾ. അത് നമ്മൾ ശരിക്കും ഈ സൂറത്ത്, ഈ ആയത്ത് സ്ത്രീകളും പുരുഷന്മാരും കാണാൻ പഠിക്കണം. എനിക്ക് പറയുന്നത് 24-ാമത്തെ സൂറത്ത് നൂറിൽ 31-ാമത്തെ ആയത്ത്. ആരൊക്കെയാണ്? ഇല്ലാലി ബുഊലത്തിഹിന്ന, അവരുടെ ഭർത്താക്കന്മാർ, ഔ ആബാഇഹിൻ, അവരുടെ പിതാക്കൾ, ഔ ആബാഇ ബുഊലത്തിഹിൻ, അവരുടെ ഭർത്താക്കന്മാരുടെ പിതാക്കൾ, ഔ അബ്നാഇഹിൻ, അവരുടെ ആൺമക്കൾ, ഔ അബ്നാഇ ബുഊലത്തിഹിൻ, അവരുടെ ഭർത്താക്കന്മാരുടെ മറ്റു ഭാര്യമാരുടെ ആൺമക്കൾ, ഔ ഇഖ്വാനിഹിൻ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം സഹോദരന്മാർ, ഔ ബനി ഇഖ്വാനിഹിൻ, സഹോദരന്മാരുടെ മക്കൾ, ഔ ബനി അഖവാത്തിഹിൻ, സഹോദരിമാരുടെ ആൺമക്കൾ, ഔ നിസാഇഹിൻ, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ. മുസ്ലിം സ്ത്രീകൾ അല്ലാത്തവരിൽ എന്താണ്? അവർ ഇസ്ലാമിക വസ്ത്രം ധരിക്കുന്ന ഹിജാബ് ധരിക്കണം. എങ്ങനെ? ആ മഹറമിലും പിന്നെ മുസ്ലിം സ്ത്രീയോ പറ്റില്ല. അത് വിഷയം വേറെ. ഇവിടെ വസ്താനുണ്ട്. ഔ നിസാഇഹിൻ ഔ മാ മലകത് അയ്മാനുഹുൻ, അല്ലെങ്കിൽ വലങ്കൈ ഉടമപ്പെടുത്തിയവർ. പുരുഷന്മാരിൽ നിന്ന് ലൈംഗികാസക്തി ശമിച്ചവർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രായം ചെന്നവർ. സ്ത്രീകളുടെ രഹസ്യങ്ങളെ കുറിച്ച് ഇനിയും വ്യക്തത വന്നിട്ടില്ലാത്ത കൊച്ചുകുട്ടികൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ. 12 ആൾക്കാരെന്നെ പറഞ്ഞു. ഇവരല്ലാത്ത എല്ലാവരുടെ മുന്നിൽ സ്ത്രീകളുടെ വസ്ത്രാനത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം? നിഷ്കർഷ പുലർത്തണം. ഞാൻ ഒന്നൊരു പറഞ്ഞു, ഹുദൂ
ആത്തൈനാക്കും കുവ്വ. അള്ള നൽകിയൊരു നിയമമാണ്. അതിനെ കുവ്വത്തോട് കൂടി തന്നെ എന്ത് ചെയ്യണം? പിടിക്കണം. അതിൽ പതറരുത്. പതറാതെ ഏത് വിഷയത്തിലും എന്നതുപോലെ ഈ വിഷയത്തിലും അതിന്റെ കുവ്വത്തോടു കൂടി തന്നെ മുറുകെ പിടിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ. പിന്നെ പറഞ്ഞു വലയബിനബി അർജുലിഹിൻ, അവരുടെ കാലുകൾ അടിക്കരുത്, പാദസരത്തടിക്കരുത് എന്നുള്ളതാണ്. കുലിക്ക് ശബ്ദം ഉണ്ടാക്കി അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്താൻ വേണ്ടി. നോക്കണം, ഒരു കാല് കൽപ്പിച്ചാൽ അവരുടെ മൊത്തം സൗന്ദര്യം ആൾക്കാർ ശ്രദ്ധിക്കും. പിന്നെ മുഖം വെളിപ്പെടുത്തിയ ശ്രദ്ധിക്കുന്നു പറയാനുണ്ടോ? ഒരു കാലിന്റെ കാര്യത്തിൽ പോലും ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ കാലിട്ടടിക്കരുത്. പാദസരം ഇല്ലെങ്കിൽ കാലിട്ടടിക്കാൻ പറ്റൂല. ഉണ്ടെങ്കിൽ ഏതായാലും ചെയ്യില്ല, അത് പറ്റില്ല. അങ്ങനെ ചെയ്തവർ തൂബൂ ഇലല്ലാഹി ജമീഅ, ഇതൊക്കെ ചെയ്തു പോകുന്നവരാണ്. തൗബ ചെയ്യണം. അള്ളാഹുലേക്ക് നിങ്ങൾ എല്ലാവരും ഖേദിച്ചു മടങ്ങണം, തപിക്കണം. അയ്യുഹൽ മുഅ്മിനൂൻ, ഓ മുഅ്മിനുകളെ. അപ്പൊ ഈമാന്റെ ഭാഗമാണ് അത് പാലിക്കൽ. അല്ലെങ്കിൽ ഈമാന് കോട്ടം പറ്റും. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. വിജയം വേണോ? അവർ വസ്ത്രദാനത്തിൽ ഇസ്ലാമിക മര്യാദ പാലിക്കണം. അതിൽപ്പെട്ടതാണ് അവരുടെ മൂടുപടങ്ങൾ അവർ മാരടങ്ങളിലേക്ക് താഴ്ത്തിയിടണം. മൂടുപടങ്ങൾ അവരെന്ത് ചെയ്യണം? മാരടങ്ങളിലേക്ക്. സൂറത്ത് നൂർ 31-ാമത്തെ ആയത്ത്. ഹിജാബ് വാജിബാണ് എന്നുള്ളതിന് ഈ ഒരൊറ്റ ആയത്തിൽ 3 ഭാഗങ്ങൾ തെളിവായിട്ടുണ്ട്. ഈ ഒരൊറ്റ ആയത്തിൽ ഒന്ന്, അവരുടെ അലങ്കാരം അതിൽ നിന്ന് പ്രത്യക്ഷമാകുന്നതല്ലാതെ, വസ്ത്രമല്ലാതെ, മുകളിൽ കാണുന്ന വസ്ത്രമല്ലാതെ മറ്റൊന്നും അവരെന്ത് ചെയ്യാൻ പാടില്ല? വെളിപ്പെടുത്താൻ പാടില്ല. ഇതാണ് ഒരു തെളിവ്. 2, അവരുടെ മൂടുപടങ്ങൾ അവർ മാരടങ്ങളിലൂടെ ചെയ്യട്ടെ, മുഖമക്കനകൾ മാരടങ്ങൾ താഴ്ത്തിരട്ടെ. 3, അവരുടെ അലങ്കാരത്തിൽ നിന്ന് ഒളിഞ്ഞു കിടക്കുന്നത് പുറത്ത് അറിയപ്പെടാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യട്ടെ? അറിയുമെന്നതിനാൽ കാലുകൾ തടിക്കാതിരിക്കട്ടെ, കാലുകൾ തമ്മിൽ ചേർത്തടിക്കാതിരിക്കട്ടെ എന്ന്. ഈ 3 ഭാഗങ്ങൾ 3 തരം പദങ്ങളിലൂടെ എന്ത് വെച്ചിട്ടുണ്ട്? സ്ത്രീക്ക് ഹിജാബ് വാജിബാണ് എന്ന് ഈ ഒരൊറ്റ ആയത്തിൽ തന്നെ 3 സ്ഥലങ്ങളായിട്ട് പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. രണ്ടാമതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി പിരിയാം. ഇതിൽ വന്നൊരു സംഗതിയാണെന്ത്? ദീനത്തിൽ അവരുടെ അലങ്കാരത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് അറിയുമെന്നതിനാൽ കാലത്തടിക്കരുതല്ലേ പറഞ്ഞത്. അപ്പൊ അലങ്കാരത്തിൽ ഒളിഞ്ഞു കിടക്കുന്നത് അറിയാൻ പാടില്ല എന്നതിന്റെ വ്യക്തം. അപ്പൊ അലങ്കാരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന എന്താ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഷെയ്ഖ് അബൂബക്കർ ജസായിരി അദ്ദേഹത്തിന്റെ ഫസ്റുൽ ഖിതാബ് ഫിൽ മർഅത്തി വൽ ഹിജാബ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇന്ന ദലാലത ഹാദിഹിൽ ആയ അലൽ ഹിജാബ്. ഈ ആയത്ത് ഹിജാബിനുള്ള തെളിവാണ്. തീർച്ചയായിട്ടും അൽ ഹിജാബിൽ കാമിൽ, പൂർണ്ണമായ ഹിജാബ്. അദ്ദേഹം വേറെ ആയത്തുകളൊക്കെ വിഷയത്തിൽ കൊടുത്തു. ആ ആയത്തുകളെക്കാളൊക്കെ പ്രത്യക്ഷവും ശക്തവുമായ തെളിവാണ് ശരീരം മുഴുവൻ മറക്കണം എന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ്. പാദത്തരമുള്ള ഒരു കാലിട്ട് വെറുതെ ചലിപ്പിച്ചാൽ പോലും ഒരു പുരുഷന്റെ ഉള്ളിൽ അത് കേട്ട് ആ ശബ്ദം കേട്ട് ഫിത്ന ഉണ്ടാകുമെങ്കിൽ, മനസ്സിലായില്ലേ? കാലിട്ടടിച്ചാൽ അത് കേട്ട് ഒരു പുരുഷന് ഫിത്ന ഉണ്ടാകും എന്നാണ് ഈ ആയത്ത് പറയുന്നതെങ്കിൽ അതിനേക്കാളും ഫിത്ന കൂടുതൽ എപ്പോഴായിരിക്കും? മുഖത്തേക്ക് നോക്കുമ്പോഴല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. മനസ്സിലായില്ലേ? കാരണം എന്താ? സ്ത്രീ ഏറ്റവും പവിത്രമായി സൂക്ഷിക്കേണ്ടതും അവളുടെ സൗന്ദര്യമെല്ലാം വന്നിറങ്ങുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? സൗന്ദര്യത്തിന്റെ സ്റ്റേഷൻ ഏതാണ്? അത് മുഖമാണ്. അപ്പൊ ഒരു കാര്യം അതുപോലെ സൗന്ദര്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തിന്റെ കാര്യത്തിന് എന്തു പറയാനാണ് എന്നാണ് പൂർവികരായ പണ്ഡിതന്മാർ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നമസ്കാരം കഴിഞ്ഞ ശേഷം പറയാം. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. 33-ാമത്തെ സൂറത്ത്, സൂറത്തുൽ അഹ്സാബിലെ
59 ആയ യാ അയ്യുഹൻ നബി, ഓ നബിയെ, ഖുൽ ലി അസ്വാജിക വ ബനാതിക, താങ്കൾ താങ്കളുടെ പത്നിമാരോടും പെൺമക്കളോടും പറയണം, വ നിസാഇൽ മുഅ്മിനീന, സത്യവിശ്വാസിനികളായ മുഴുവൻ സ്ത്രീകളോടും പറയണം, എല്ലാ മുഅ്മിനത്തുകളോടും പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവളുമാരുടെ ജിൽബാബുകളിൽ നിന്ന് താഴ്ത്തിയിരട്ടെ എന്ന്. ജിൽബാബുകൾ, മൂടുവസ്ത്രങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്യട്ടെ? താഴ്ത്തിയിരട്ടെ എന്ന്. ذَلِكَ أَدْنَىٰ أَن يُعْرَفْنَ, അവർ തിരിച്ചറിയപ്പെടാൻ ഏറ്റവും അടുത്ത സമീപനം അതാണ്. അവർ തിരിച്ചറിയപ്പെടാൻ ഏറ്റവും നല്ലത് അതാണ്. فَلَا يُؤْذَيْنَ, അവർ ദ്രോഹിക്കപ്പെടാതിരിക്കാൻ, അവർ തിരിച്ചറിയപ്പെടാനും അവർ ദ്രോഹിക്കപ്പെടാതിരിക്കാനും ഏറ്റവും നല്ലത് അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിടലാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. ഈ ആയത്തും ഹിജാബ് വാജിബാണ് എന്നുള്ളതിനുള്ള മറ്റൊരു തെളിവാണ്. സ്ത്രീ ശരീരം മുഴുവൻ മറക്കണമെന്നുകൂടി ഈ ആയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം മുഖപടം മാത്രമല്ല, ഹിമാറ് മാത്രമല്ല, ജിൽബാബ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നാകെ മൂടുന്ന, ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾക്കാണ് എന്ത് പറയാ? ജിൽബാബ് എന്ന് പറയാം. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്ന ആയത്ത് ഇറങ്ങിയ സമയത്ത്, ഖറജ നിസാഉൽ അൻസാരി കഅന്ന അലാ റുഊസിഹിന്നൽ ഗിർബാനു മിനസ് സകീന, അവർ വളരെ ശാന്തമായി അടക്കത്തോടെ ഇറങ്ങി. അവരുടെ തലയിൽ വല്ല കിളികൾ കാക്കയിരിക്കുന്ന പോലെയാണ് അൻസാരി സ്ത്രീകൾ ഇറങ്ങിയിരുന്നത്. വഅലൈഹിന്ന അക്സിയതു സൂദിൻ യൽബിസ്നഹ, അവർ ധരിച്ച കറുത്ത വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആയത്തിറങ്ങിയ ശേഷം അവർ ഒന്നാകം ചെയ്തിരുന്നു, കറുത്ത വസ്ത്രം ധരിച്ചിട്ട് അവരിറങ്ങിയിരുന്നു എന്ന് അബൂദാവൂദിന്റെ സുന്നൽ സ്വഹീഹായി വന്ന ഹദീസ് കാണാൻ സാധിക്കും. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. ഇതാണ് നമ്മുടെ അടുത്ത ആയത്ത്. അപ്പൊ ആദ്യം വായിച്ച ആയത്തിൽ 3 ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഈ ആയത്തിലും ഹിജാബ്, ശരീരമാകെ മൂടുന്ന വസ്ത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഈ ആയത്തിലെ ജിൽബാബ് എന്താണ്? സ്ത്രീയുടെ സീനത്ത്, അലങ്കാരം മറയ്ക്കുന്ന വസ്ത്രം. അതിന് ഖുർആൻ ഡിക്ഷണറികൾക്ക് പരിശോധിച്ചാൽ കാണാൻ അർത്ഥം അൽ ജിൽബാബു അക്മലു മിൻ ലർദിൽ ഹിമാർ, അത് ഹിമാർ പോലെ തന്നെ ഒരു മൂടുപടമാണ്. പക്ഷെ അതിനേക്കാൾ അക്മല, ശരീരം മുഴുവൻ മൂടുന്നതിനാണ് എന്ത് പറയാ? മറ്റേത് മുഖം മൂടി, തലമറച്ച് മുഖം മൂടി മാരടങ്ങളിലേക്ക് താഴ്ത്തിരുന്നതിനാണ് എന്ത് പറയുന്നത്? ഹിമാർ എന്ന് പറയുന്നത്. ഇത് ഒന്നാകെ മൂടുന്ന വസ്ത്രങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ജിൽബാബ്. അതാണ് അക്മലു മിൻ ലർദിൽ ഹിമാർ എന്നാണ്. ലഅന്നഹു യുഹീതു ബിബദനിൽ മർഅ, സ്ത്രീയുടെ ശരീരത്തെ മുഴുവൻ ആവരണം ചെയ്യുന്നതാണ്. കുല്ലിഹ, എല്ലാത്തിനും. വയസ്തുറു ജമീഅ മാ യഅലു ബദനഹ, അവരുടെ ശരീരത്തെ മുഴുവൻ മറക്കുന്ന, അതിൽ നിന്നും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും മറയ്ക്കുന്ന വസ്ത്രത്തിനാണ് എന്ത് പറയാ? ജിൽബാബ് എന്ന് പറയാം. പ്രത്യേകിച്ചും അവർ മറക്കുന്നത് എപ്പോഴാണ്? അന്യപുരുഷന്മാരുടെ മുന്നിൽ. അന്യപുരുഷരുടെ മുന്നിലാണ് അവരെന്ത് ചെയ്യേണ്ടത്? ജിൽബാബ് വ്യക്തമായി അവർ പാലിക്കേണ്ടത്. ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയാണ്, യഖൂലുല്ലാഹു തആല ആമിറൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോട് കൽപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. കൽപ്പന ആരോടാണ്? റസൂലിനോടാണ്. അല്ലെ? താങ്കൾ പറയണം എന്നാണ് അവരോട് പറയുന്നത്, റസൂലിനോട് പറയുന്നത്. എന്താ പറയാ? എന്താ റസൂലിനോട് കൽപ്പന? അഖില സത്യവിശ്വാസികളെയും മുഴുവൻ സത്യവിശ്വാസിനികളെയും എന്ത് ചെയ്യണം? അദ്ദേഹം കൽപ്പിക്കണം. എല്ലാ സത്യവിശ്വാസിനികളോടും, അദ്ദേഹത്തിന്റെ പത്നിമാരോട് മാത്രമല്ല, എല്ലാ സത്യവിശ്വാസികളും കൽപ്പിക്കണം. ഖാസത്തൻ അസ്വാജുഹു ബനാതുഹു, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യമാരോടും പെൺമക്കളോടും എന്ത് ചെയ്യണം? എടുത്തു പറയണം. അവരെടുത്തു പറയാൻ ഷറഫിഹിന്ന, മുസ്ലിം സ്ത്രീകൾ അവർക്കുള്ള ഷറഫ് കാരണമാണ്, അവരുടെ പ്രത്യേകത കാരണമാണ് എന്ത് ചെയ്യുന്നത്? ശ്രേഷ്ഠത കാരണമാണ് എടുത്തു പറഞ്ഞത്. എന്താ പറയുന്നത്? ബിഅൻ യുദ്നീന അലൈഹിന്ന ജലാബീബഹുന്ന, അവളുമാരുടെ ജിൽബാബുകൾ, മൂടുവസ്ത്രങ്ങൾ അവരെന്ത് ചെയ്യണം? താഴ്ത്തിയിടണം.
ലിയതമയ്യസ്ന അൻ സിമാതി നിസാഇൽ ജാഹിലിയ്യ. ജാഹിലിയ സ്ത്രീകളുടെ ലക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി. ജാഹിലിയ പെണ്ണുകൾ മൂടുപടം ധരിച്ചിരുന്നില്ല, അവര് അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്തി നടന്നിരുന്നു. അതിൽ നിന്ന് ഇവർ വ്യത്യസ്തരായിരിക്കാൻ വേണ്ടി. അതേപോലെ സിമാത്തുൽ ഇമാ, ഇനി അടിമ സ്ത്രീകളും എന്ത് ചെയ്തിരുന്നില്ല, പൂർണ്ണമായി അവർ സൗന്ദര്യം മറച്ചു നടന്നിരുന്നില്ല. അപ്പം ഇത് അടിമ സ്ത്രീകളുമല്ല ജാഹിലിയ സ്ത്രീകളുമല്ല എന്ന് വേർതിരിച്ച് കാണുന്നതിന് വേണ്ടി അവർ മൂടുപടങ്ങൾ താഴ്ത്തിയിടണം. മുഴുവൻ സത്യവിശ്വാസിനികളും, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരും പെൺകുട്ടികളും എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ശരീരം മുഴുവൻ മൂടണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ, നമ്മളിപ്പോ ഓതിക്കേട്ട ആയത്തിന്റെ സൂറത്തുൽ അഹ്സാബിൽ 59-ാമത്തെ ആയത്തിന്റെ ശറഹിൽ അദ്ദേഹം പറയുന്നു. അടുത്ത ആയത്ത്, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ എന്താണ്? നിങ്ങൾ മതാഅ് ചോദിക്കുകയാണെങ്കിൽ, മതാഅ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുള്ള സംഗതി, വല്ല വിഭവങ്ങളും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ. വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും പറയും, നമുക്ക് ആവശ്യമുള്ള ഏതൊരു സംഗതിക്ക് എന്ത് പറയും? മതാഅ്. അങ്ങനെ വല്ലതും നിങ്ങൾക്ക് അവരോട് ചോദിക്കേണ്ടി വന്നാൽ, അവരോട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് നിങ്ങൾക്ക് വല്ലതും ചോദിക്കേണ്ടി വന്നാൽ അതെങ്ങനെയാ ചോദിക്കേണ്ടത്? ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു ഹിജാബിന്റെ പിറകിൽ നിന്നുകൊണ്ട് നിങ്ങളത് ചോദിക്കണം. ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, നിങ്ങൾ ഒരു ഹിജാബിന്റെ പിറകിൽ നിന്ന് ചോദിക്കണം. സൂറത്തുൽ അഹ്സാബിൽ തന്നെയുള്ള 53-ാമത്തെ ആയത്ത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ, എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഹിജാബിന്റെ പിറകെ എന്ത് ചെയ്യണം? ചോദിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ അവരുടെ ശരീരവും സൗന്ദര്യവും ഒന്നടങ്കം മറച്ചു വെക്കണമായിരുന്നു. അതാണ് ഹിജാബിന്റെ പ്രസക്തി. ഒന്നുകിൽ അവര് വസ്ത്രം കൊണ്ടൊന്നായിട്ട് മറയ്ക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മറ അവർക്ക് എന്ത് ചെയ്യണം, അതിന് പുറമെ ഉണ്ടായിരിക്കണം. അതാണ് ആ ആയത്ത് കൊണ്ട് വിശദീകരിക്കുന്നത്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്ക് മാത്രം ബാധകമാണോ? സ്വാഭാവികമായ ചോദ്യമാണ്. അല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പല കാരണങ്ങളായിരുന്നു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരാണ് എല്ലാ സത്യവിശ്വാസികൾക്കും എന്ത് ചെയ്യേണ്ടത്? മാതൃകയാണെന്ന് മനസ്സിലാക്കണം. രണ്ട്, ഈ വിഷയത്തിൽ വന്ന മറ്റ് ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് മാത്രമുള്ളതല്ല. ഇതല്ലാത്ത ആയത്തുകൾ വന്ന 2013 തോതിയില്ലേ, അതിൽ 4 സ്ഥലത്ത് കണ്ടല്ലോ എന്ത് ആകെ മറക്കണം. അതൊക്കെ നബിമാരുടെ പത്നിമാരോട് മാത്രമുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തും നബിമാരുടെ പത്നിമാരോടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇറങ്ങിയിട്ടുള്ളതെങ്കിലും അവർക്ക് മാത്രം ബാധകമാണ് എന്ന് തിരിക്കാൻ പറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? അതിന്റെ കാരണവും പിന്നെ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന വലിയ അന്നഹുന്നൽ ഉസ്വത്തു വൽ ഖുദ്വത്തു ലിനിസാഇൽ മുസ്ലിമീന ഫീ ജമീഇ നവാഹി അൽ ഹയാത്ത്. ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും സത്യവിശ്വാസികളായ സ്ത്രീകൾക്ക് മാതൃകയാകേണ്ടത് ആരാണ്? വിശ്വാസ പത്നിമാരാണ്. അതുകൊണ്ട് ഇത് ഹിജാബുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഒന്നാമത് ഈ ആയത്ത് മാത്രമല്ല വിഷയത്തിലുള്ളത്. രണ്ട്, അവര് തന്നെ മറ്റുള്ളവർക്ക് എന്തായിരിക്കണം? മാതൃകയാകണം. ഇമാം സുയൂത്തി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാദിഹി ആയത്തുൽ ഹിജാബ്, ഇതാണ് ഹിജാബിന്റെ ആയത്ത്. അല്ലത്തി ഉമിറ ബിഹാ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഉമ്മഹാത്തുൽ മുഅ്മിനീന് കൽപ്പന കിട്ടിയ ആയത്താണ്. മനസ്സിലായില്ല? സ്ത്രീകൾ ഹിജാബ് സ്വീകരിക്കാതിരുന്നതിന് ശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് ആദ്യം ഈ കൽപ്പന കിട്ടിയതിന് അർത്ഥമുള്ളൂ. ഹിജാബിൽ നിർബന്ധമായിരുന്നില്ല അതുവരെ. ആദ്യം ഹിജാബ് പാലിക്കേണ്ടത് ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരാണ് എന്ന് ഈ ആയത്തിൽ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് മനസ്സിലാക്കേണ്ടതുള്ളൂ. അല്ലാതെ ഹിജാബിന്റെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്ക് മാത്രം ബാധകമാണെന്ന് അന്നു മുതൽ ഇന്ന് വരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഖുർആൻ ആയത്തുകൾ നമ്മൾ നമ്മുടേതായ നിലക്കല്ല മനസ്സിലാക്കേണ്ടത്. ഈ ആയത്തുകൾ ഓതിയിട്ടുള്ള സ്വഹാബികളും താബിഈങ്ങളും പിൽക്കാലക്കാരായ പൂർവിക സലഫുകളും ഒക്കെ എങ്ങനെയാണ് അവര് ഇതിന്റെ പത്നിമാർക്ക് മാത്രം വെച്ചോ? ഇല്ല, അതാണ് അതിൽ കണക്കാക്കേണ്ടത്.
ഇമാം അബൂബക്കർ ജസായിരി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച കിതാബിൽ പറഞ്ഞു ഫഹാദിഹിൽ ആയത്തുൽ കരീമത്തു താരിഫു ബി ആയത്തിൽ ഹിജാബ് ഹിയ അവ്വലു ആയത്തിൻ നസലത് ഫീ ശഅനിഹാ. ഹിജാബിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ഒന്നാമത്തെ ആയത്താണ് ഇത് ഈ ആയത്ത്. ഈ ഹിജാബിന്റെ ആയത്ത് എന്നറിയപ്പെടുന്ന ഈ ആയത്ത് എന്നവർ പറഞ്ഞു. പിന്നെ ഈ ആയത്തിന് ശേഷം വേറെ ആയത്തുകളൊക്കെ ഇറങ്ങി. അപ്പം മറ്റു സ്ത്രീകൾക്കും എന്തിന്റെ ഹിജാബിന് നിയമം വന്നിട്ടുണ്ട്. സഹാബികൾ അവരുടെ ഭാര്യമാർക്ക് എന്തിട്ടുണ്ട് ഹജ്ജബൽ മുഅ്മിനൂന നിസാഅഹും. ഈ ആയത്തിറങ്ങിയപ്പോ നബിസ്വലാത്ത ഭാര്യമാർക്ക് എന്ത് ചെയ്തു? ഹിജാബ് ധരിച്ചു. തുടർന്ന് മറ്റു ആയത്തുകൾ ഒന്നുകൂടി എന്ത് ചെയ്തു? സത്യവിശ്വാസികൾ അഥവാ സഹാബികൾ എന്ത് ചെയ്തു? അവരുടെ ഭാര്യമാർക്കും ഹിജാബ് ധരിച്ചു. അപ്പൊ പിൽക്കാലത്ത് മറ്റു ആയത്തുകൾ ഇറങ്ങിയതോടുകൂടി ഈ ആയത്ത് എല്ലാവർക്കും എന്തായി? ബാധകമായി എന്ന് ഹിജാബ്. ഹിജാബ് ഫർളാണ്, ഒരു സ്ത്രീക്ക് ഹിജാബ് ഫർളാണ് എന്നുള്ളതിന് നസ്സാണ് ഈ ആയത്ത് എന്ന് സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്തിനെ കുറിച്ച് കാണാൻ സാധിക്കും. ഇനി ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു മൻ ജറ തൗബഹു ഫയല ലൻ യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. അഹന്തയോടുകൂടി വസ്ത്രം വലിച്ചെടുക്കുന്നവർ അവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല എന്ന് പറഞ്ഞു. പുരുഷന്മാരെന്ത് ചെയ്യാൻ പാടില്ല? നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചേക്കാൻ പാടില്ല. ചില ആൾക്കാർ അവരെ ആഢ്യത്വം കാണിക്കാൻ വേണ്ടിയൊക്കെ വലിയ ഉപ്പായിട്ടൊക്കെ എന്ത് ചെയ്യുന്ന കൂടെ വലിച്ചയച്ചു. അപ്പൊ അവരിലേക്ക് അള്ള നോക്കൂല എന്ന് പറഞ്ഞപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, അപ്പൊ ഉമ്മു സലമ ചോദിച്ചു ഇപ്പൊ കൈപ്പ എത്രവും നിസാഉ ബിദുനിഹിൻ. അപ്പൊ സ്ത്രീകൾ കൊടുക്കാമല്ലോ, അവരാളും പോകണമെന്നാണ് എത്തിയത്, അവര് വസ്ത്രം താഴ്ത്തിയിടണമല്ലേ. അപ്പൊ അവരുടെ കാര്യം എങ്ങനെ എത്തുന്നു? അവരിങ്ങനെ താഴ്ത്തിട്ട് വലിക്കുന്നതിന് എന്താണ്? സ്വാഭാവികമായ ചോദ്യമാണ്. മറ്റത് പുരുഷന്മാരാണ് പറഞ്ഞത്, സ്ത്രീകൾ നിലവിൽ വലിച്ചയക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവരുടെ കാര്യത്തിൽ എന്താണ്, എങ്ങനെയാണ് കാര്യം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ബാധകമല്ല. സ്ത്രീകൾ ഒരു ചാണെങ്കിലും താഴ്ത്തിയിടണം, കാലിൽ നിന്നൊരു ചാണെങ്കിലും അവർ ചെയ്യണം, താഴ്ത്തിയിടണം. മക്കാലം. അപ്പൊ ഉമ്മു സലമ പറഞ്ഞു തൻകശിഫു അഖദാമുഹുൻ, ചില ആളുകൾക്ക് ഒരു ചാണ് താഴ്ത്തിയിട്ടാലും കാൽപാദങ്ങൾ വെളിപ്പെടുമല്ലോ. അപ്പൊ എപ്പോഴും കാൽപാദം വെളിപ്പെടുന്നതിന് കുഴപ്പമില്ല എന്നല്ലാറുണ്ട്, അത് നടക്കുന്നതല്ലേ, കണ്ടോട്ടെ എന്നല്ലാറുണ്ട്. എങ്കിൽ അവരൊരു മുഴം താഴ്ത്തി, ആദ്യം പറഞ്ഞ ഒരു ചാണ്, ഷിബർ പറഞ്ഞൊരു ചാണ്, ഒരു ചാണ് താഴ്ത്തിട്ടെ പറഞ്ഞു. പിന്നെ എന്നിട്ടും കാൽപാദം കാണുമ്പോൾ എന്ത് ചെയ്യാം? ഒരു മുഴം, അതിലും കൂട്ടണ്ട എന്ന് പറഞ്ഞു. അബൂദാവൂദിന്റെ സുനനിലും തിർമിദിയുടെ സ്വഹീഹിലും ഒക്കെ വന്നിട്ടുള്ള ഹദീസാണ്. ഇതിൽ നമുക്ക് എന്താ മനസ്സിലായി? പുരുഷന്മാരോട് വസ്ത്രം വലിച്ചേക്കരുതാണ്. ഇപ്പൊ സ്ത്രീകളോട് ഒരു ചാണെങ്കിലും അല്ല ഒരു മുഴമെങ്കിലും, അല്ലെങ്കിൽ ഒരു ചാണെങ്കിലും അല്ലെങ്കിൽ ഒരു മുഴം വരെയെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം? താഴ്ത്തിയിടണം. അപ്പൊ കാൽപാദങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മുഴ താഴ്ത്തണമെന്നാണ്. അപ്പൊ കാൽപാദങ്ങളും ഔറത്തിൽപ്പെട്ടതാണെന്ന് എന്ത് ചെയ്തു? ഈ ഹദീസിലൂടെ നമുക്ക് വെളിപ്പെടും. അപ്പൊ കാൽപാദം വരെ മറക്കൽ നിർബന്ധമാണെങ്കിൽ ശരീരത്തിന്റെ അതിനേക്കാൾ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന മറ്റു ഭാഗങ്ങളെ കുറിച്ച് പറയാനുണ്ടോ? പിന്നെ മുഖത്തിന്റെ കാര്യത്തിലൊക്കെ ആളുകൾ എന്ത് സംസാരിക്കും? കാലിന്റെ പാദം താഴ്ത്തണം. ഒരു ചാണ് താഴ്ത്തിയിട്ട് കാൽപാദം പുറത്ത് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മുഴം വരെയെങ്കിലും നിങ്ങൾ താഴ്ത്തിയെന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പൊ ഒരു കാൽപാദം അന്യ ആണുങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഗൗരവത്തോടെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറയണ്ടേ? ഇത് നമ്മുടെ സ്ത്രീകൾ അറിയണ്ടേ? ഇത് സ്ത്രീകൾക്ക് മറച്ചു വെക്കേണ്ട ഒരു വിഷയമാണോ? നമ്മുടെ സ്ത്രീകൾ കാൽപാദം മറക്കാറുണ്ടോ? ശരിക്കും ചിന്തിക്കണ്ടേ? എന്താണ് മറക്കാത്ത? പണ്ഡിതന്മാർക്കല്ലേ ഒന്നാമത്തെ ബാധ്യത. ഇത് മറക്കേണ്ട ഒരു സംഗതിയാണല്ലോ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് ശത്രുക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി തൽക്കാലം ചെയ്യേണ്ടതില്ല, കുവ്വത്തോടു കൂടി ദീന് പിടിക്കാമെന്നല്ലേ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു സൂക്ഷിക്കണം, സ്ത്രീകളുള്ളവരെ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം എന്നാര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാമ ശഖീഖി അദ്ദേഹം പറഞ്ഞു ഹാദൽ ഹദീസ് സ്വഹീഹ് صرح فيه النبي صلى الله عليه وسلم بالتحذير الشديد من الدخول على النساء. സ്ത്രീകളെടുത്ത് ചെല്ലുമ്പോൾ സൂക്ഷിക്കണമെന്ന ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് ശക്തമായ താക്കീതാണ് സ്ത്രീകളെടുത്ത് പോകുന്നവർക്ക്. ഫഹുവ ദലീലുൻ വാളിഹുൻ അലാ മൻഇ ദുഖൂലി അലൈഹി, അന്യ സ്ത്രീകളുടെ അടുത്തേക്ക് പുരുഷന്മാർ കയറി ചെല്ലാൻ പാടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ്.
അവരോട് വല്ല കാര്യങ്ങൾ ചോദിക്കാനും പാടില്ല. ഇല്ലാ മിൻ വറാഇ ഹിജാബ്, ഒരു ഹിജാബിന്റെ പിറകിൽ നിന്നല്ലാതെ. അള്ളാഹുൽ ബയാനുള്ള തഫ്സീറിൽ ഇമാം ഷൻഖൈത്തി പറയാറുണ്ട്, ഒരു മറയുടെ പിറകിൽ വെച്ചല്ലാതെ ഒരു സത്യവിശ്വാസിനെ അത്രയുടെ അന്വേഷണം എന്താണ് ചോദിക്കേണ്ട ഒരു കാര്യങ്ങളിൽ തന്നെ ചോദിക്കാൻ പാടില്ല എന്ന് ശക്തമായി വിലക്കുന്ന ഒരു ആയത്താണ്. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ തുടർച്ചയാണ് ഈ ഹദീസ്. ഏത് ഇയ്യാകും വദ്ദുഖൂല അല നിസാ, അതിന്റെ വിശദീകരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഹദീസാണ്. നമുക്ക് ഇതിൽ കൂടുതൽ തെളിവൊന്നും ആവശ്യമില്ല, ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും നമ്മുടെ നാട്ടിൽ അനാവശ്യമായ ചില ആശയക്കുഴപ്പങ്ങളും ചില ലഘൂകരണങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട്, പല പണ്ഡിതരും അതിനോട് ഒത്താശ കാണിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി ഞാൻ ഉറപ്പിക്കാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഹിജാബ് ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ, നിങ്ങൾ വേണമെങ്കിൽ നമ്മളിങ്ങനെ ശാഠ്യം പിടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമുക്ക് അവരോട് പറയാനുള്ള മറുപടി ഇത്രയുള്ളൂ, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ, ദീനിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് പ്രവേശിക്കണം. അത് ആഗ്രഹിക്കുന്നത് ഹിജാബിന് മാത്രം ഇസ്ലാമിന്റെ നിയമം വേണ്ട. ഇത് അറേബ്യ അല്ലല്ലോ, ഇസ്ലാമിക രാജ്യമല്ലല്ലോ, ഇത് ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലാത്തവർ ജീവിക്കുന്ന രാജ്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹിജാബിൽ അളവ് കാണിക്കാൻ നിൽക്കേണ്ട, നാടോട്ട് പോയിക്കോളി. ഇസ്ലാമിക രാജ്യത്തേക്ക് പറ്റെങ്കിൽ വിസ എടുത്തിട്ട് പോകാൻ നോക്കി. അല്ലാതെ ഇവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ട, ഇതൊരു സ്വതന്ത്ര രാജ്യമല്ലേ, നമ്മൾ കുറച്ചൊരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ. ഒരു കാര്യം മാറ്റിയെത്തിക്കോളൂ, ആകാശഭൂമികളിലുള്ള എല്ലാവരും റബ്ബിന്റെ അരികിൽ അടിമയായി വരാതിരിക്കില്ല. ആർക്കും ഒരു ഇളവും കൊടുത്തിട്ടില്ല. വേറെ നാട്ടിൽ താമസിക്കുന്ന ഇളവുണ്ടോ? ഖുർആൻ വ്യക്തമായി പറഞ്ഞു, അള്ളാന്റെ അടുത്ത് നമ്മൾ ചെല്ലണം. മാത്രമല്ല, എല്ലാവരും അന്തിമനാളിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് ഒറ്റയ്ക്ക് ചെല്ലണം. ഫർദൻ, പാപ്പ ഉണ്ടാവില്ല, ഉമ്മ ഉണ്ടാവില്ല, തറവാടുണ്ടാവില്ല, സമൂഹം ഉണ്ടാവില്ല. അപ്പൊ സമൂഹങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്താൽ എന്താണ്, അവര് നാളെ നമുക്ക് തുണ ഉണ്ടാവുമോ? വിചാരണ ഉണ്ടാവില്ല. ഇത് മനസ്സിൽ വെക്കണമെന്ന് മാത്രമേ. അതുകൊണ്ട് ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കാം, കുറച്ച് വിശ്വസിക്കുക, കുറച്ച് തള്ളുക എന്നുള്ള രീതി ശരിയല്ല. അതാണ്. മറ്റൊന്ന്, തബറുജ് ഹറാമാണ് എന്നുള്ള തെളിവുകൾ നമ്മൾ പഠിക്കണം. തബറുജ് എന്താ? സൗന്ദര്യ പ്രകടനം, മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ. അത് പ്രകൃതിയിലുണ്ട്. കരീൻ, ശൈത്താൻ എന്ന കരീനുള്ള കാലത്തോളം സ്ത്രീകൾക്ക് എന്തുണ്ടാവും? ചെറുപ്രായം മുതലേ അവരുടെ സൗന്ദര്യം മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കട്ടെ എന്നുള്ള ഒരു തോന്നലുണ്ടാകും. അത് ഉമ്മമാരും വാപ്പമാരുമാണ് അവരെന്ത് ചെയ്യേണ്ടത്, ഈ പെൺകുട്ടികളെ സൗന്ദര്യം മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ടതല്ല എന്ന രൂപത്തിൽ ചെറുപ്പത്തിലെ അവരെന്ത് ചെയ്യണം, തർബീയത്ത് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ പണ്ഡിതന്മാരത് ശരിക്കും ഉത്ബോധനം നൽകണം. അതുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ അവരെ പഠിപ്പിച്ചെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺകുട്ടികൾക്ക് സൂറത്ത് നൂറൊക്കെ പഠിപ്പിക്കാൻ പ്രത്യേകം താല്പര്യം കാണിച്ചപ്പോൾ മറക്കരുത്. അപ്പൊ എന്ത് ചെയ്യണം, സൂറത്ത് നൂറൊക്കെ സ്ത്രീകളെ പഠിപ്പിച്ച് തർബീയത്ത് ചെയ്ത് ഇത് അങ്ങനെ നാട്ടിൽ മുഴുവൻ അങ്ങനെ നമ്മൾ കാണും. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ബസ്സിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ഒക്കെ, മനസ്സിലായില്ലേ? ഏതെങ്കിലും താടിയും തലപ്പാവും വെച്ച് വരുന്ന ആൾ കാണുമ്പോൾ തലേ തട്ടിടുകയാണെങ്കിലാണ് ഇപ്പോഴത്തെയും ഒരു രീതി. അതും കുറഞ്ഞിരിക്കാം. ആ ഒരു സമയത്ത് അങ്ങോട്ട് കേട്ടിടും, അത് അപ്പൊ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. പണ്ടുള്ളത്തെ ആ പൊടി കുടിപ്പൊന്നില്ല. പൊതുവെ സ്ത്രീകൾക്ക് നാണം എന്ന് പറയുന്നത് ഇല്ലാതായി. ഈ സീരിയലൊക്കെ വന്നു കൂടിയിട്ട് എന്താണ് നാണം എന്നൊരു സ്ഥാനം ഉടുത്ത് വെച്ചിട്ടാൽ ഇത് ഫുള്ള് കാണണം. അവർ മുതൽ വൈകുന്നേരം വരെ പല തരത്തിലും അല്ലെ, ഈ പെയിന്റ് തേച്ച് വന്ന് ഉള്ള ഈ ആൾക്കാരെന്ത് ചെയ്യാണ്, പല പരസ്യത്തിൽ ഇങ്ങനെ കണ്ട് നമ്മളെ സ്വന്തം പെൺകുട്ടികൾ ഇങ്ങനെ ഉടുത്തം കഴിച്ചിട്ട് വന്നാല് അവര് ഫാഷൻ ഡ്രസ്. നിങ്ങൾ അറിയോ, നമ്മളെ പെൺകുട്ടികളെ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന അവരെന്നെയാണ്. ഏത് വാപ്പയും മക്കൾ ഏത് വളരെ ഒറ്റപ്പെട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പേടിയാണ് ഉമ്മാർക്കും വാപ്പാർക്കും സ്വന്തം പെൺമക്കൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ. നിങ്ങൾ അവരെ വീട്ടിനകത്ത് കെട്ടിയിട്ട് കൂട്ടിയ സ്ഥലം മതിയില്ല. ദയവേദി കണ്ട തോന്നിയാസം ഡ്രസ്സും ഉണ്ടാകാൻ സമ്മതിക്കുന്നത്. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ കിടപ്പറയിൽ ഇടേണ്ട ഡ്രസ്സാണ് 10, 12, 13 വയസ്സുള്ള പെൺകുട്ടികൾ റോട്ടുമുഖോട്ട് നടക്കുന്നത്. കല്യാണത്തിന് പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും ഇല്ല, ഞങ്ങളൊന്ന് ആലോചിച്ച് ടൂർ പോകുമ്പോഴും ഒക്കെ കിടപ്പറയുള്ള ഡ്രസ്സ് റോട്ടുമുഖത്ത് നടക്കുന്നത്. അത് കണ്ട ആസ്വദിക്കേണ്ടിയുള്ള ആൾക്കാരെ എതിര് വരും. ഒരു സാംസ്കാരിക നായകനും അന്നേരം വായ ഉറപ്പില്ല. നേരെ ഒരു പെണ്ണ് അവളുടെ സൗന്ദര്യന്റെ ഭർത്താവിന് മാത്രം പ്രദേശം അപ്പം ആളുകൾ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. മനസ്സിലായില്ല? അത് മുദ്രാവാക്യം വിളിച്ചപ്പോ ഒന്നാം നിലയിൽ മുസ്ലിം പേരുള്ള കുറെ ഷെയ്ത്താന്മാര് വരാൻ അവർ വന്നിട്ടാണ് എന്ത് ചെയ്യുക, ആദ്യം തന്നെ ചാനലിന്റെ മുന്നിലും പത്രക്കാരുടെ മുന്നിൽ വന്നിട്ട് പറയും. പേര് മുസ്ലിങ്ങളായിരിക്കും. ഇസ്ലാമിന്റെ ഒരു കൂറുണ്ടായാലും പ്രമാണം അള്ളാനെ പരിഹസിക്കുക, റസൂലിനെ പരിഹസിക്കുക. അള്ളാനെ പരിഹസിക്കുന്നവരുടെ ഗൗരവമുള്ള മനുഷ്യണ്ടാണ്, താക്കീതുണ്ടാണ്. മനസ്സിലായില്ലേ? ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അപകീർത്തിപ്പെടുത്തുന്ന കാർട്ടൂണുകൾ, ലേഖനങ്ങൾ
സമരങ്ങൾ, ഇപ്പൊ സംസാരങ്ങളൊക്കെ ഉണ്ട്. ഓരോ മുസ്ലിമും അതിനെതിരെ ഹൃദയം കൊണ്ട് പ്രതിഷേധിക്കണം. ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കണം. നേരിട്ട് തടുക്കാൻ പറ്റി നേരിട്ട് തടുക്കന്നെ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിൽ ഇന്ന് അമുസ്ലിങ്ങളും യുക്തിവാദികളുമല്ല, മുസ്ലിം നാമധാരികളായ കുറെ എണ്ണം ചെയ്തിട്ടുണ്ട്, രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ശൈത്താന്റെ പട്ടാളം ഇറങ്ങിയിട്ടുണ്ട്. എന്തിന്? അള്ളാഹുന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിക്കാൻ, സുന്നത്തിനെ പരിഹസിക്കാൻ. അവർക്ക് വളം വെച്ചു കൊടുക്കലല്ല തഖ്വയുള്ള മുസ്ലിമിന്റെ ജോലി. അതാണ് നമുക്ക് പറയാൻ. ഖുർആൻ പറയുന്ന സൂറത്ത് അഹ്സാബിൽ തന്നെ 33-ാമത്തെ ആയത്ത്, 33-ാമത്തെ സൂറത്ത് 33-ാമത്തെ ആയത്ത്, വലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. ആദിമകാലക്കാരായ ജാഹിലിയ കാലത്തെ ജാഹിലിയ സൗന്ദര്യ പ്രകടനം ഓ സ്ത്രീകളെ നിങ്ങൾ നടത്തരുത്. ജാഹിലിയ കാലത്തെ സ്ത്രീകളൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരെ സൗന്ദര്യം വെളിപ്പെടുത്തി കിലുങ്ങുന്ന വളയും താൽപ്പര്യമൊക്കെ ഇട്ട് അവരുടെ ആകർഷിക്കുന്ന സൗന്ദര്യ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണിച്ച്, കഴുത്ത് കാണിച്ച്, മാരണം കാണിച്ചൊക്കെ അവർ നടന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കൽ നടക്കരുത്. ഇമാം സാദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞു, ലാ തുഖ്തിർനൽ ഖുറൂജ മുതബർരിജ. സ്ത്രീകളെ നിങ്ങൾ ധാരാളമായി വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങരുത്. പ്രത്യേകിച്ച് മുതബർരിജാത്തിൻ മുതജമ്മിലാത്തിൻ ഔ മുതതയ്യിബാത്തിൻ. ജാഹിലിയ കാലക്കാരുടെ സമ്പ്രദായം പോലെ സൗന്ദര്യം വെളിപ്പെടുത്തിയും അലങ്കാരങ്ങളും തൊങ്ങലുകളും സ്വീകരിച്ചും സുഗന്ധം പൂശിയും നിങ്ങൾ എന്ത് ചെയ്യരുത്? പുറത്തിറങ്ങരുത്. കാരണം ജാഹിലിയ കാലത്ത് നല്ലതിനല്ല ഇന്ത്യവും വരാതി. അവർക്ക് എന്താണ്? ദീനൊന്നുമില്ലാത്ത ആൾക്കാരാണ് ആര്? ജാഹിലിയ കാലത്തുള്ളവർ. അവരെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മിൻ അഹ്ലിൻ നാർ, രണ്ടു കൂട്ടർ നരകാവകാശികളാണ്. ലം അറഹുമാ ഖൗമുൻ മഅഹും ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല. അപ്പൊ രണ്ടു കൂട്ടർ നരകാവകാശികളാണ്. ഖൗമുൻ മഅഹും സിയാബുൻ കഅദ്നാബിൽ ബഖരി യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങളെ പശുവിന്റെ വാലുപോലുള്ള ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന, തൊഴിലാളികളെ അടിക്കുന്ന ആളുകൾ നരകത്തിലാണ്. അക്കൂട്ടത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ആരാ? വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, നഗ്നരായ സ്ത്രീകൾ, വസ്ത്രം ധരിച്ച സ്ത്രീകൾ. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷെ നഗ്നരാണ്. കാസിയാത്ത് ആരിയാത്ത്, അത് ആ പ്രയോഗത്തിന് വ്യക്തം. ഉടുത്തില്ലാതെ നേരിയ വസ്ത്രം ധരിച്ചവരർത്ഥം അല്ലേ? അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ അവർ നരകവാസികളാണ്. പിന്നെ ആ സ്ത്രീകൾക്ക് വേറെയും ചില ദോഷങ്ങളുണ്ട്. വസ്ത്രധാരണത്തിന് മാത്രമല്ല, അതിൽ എടുത്തു പറഞ്ഞ ഒന്ന് വസ്ത്രധാരണ. കസിയാത്ത് ആരിയാത്ത്, ധരിച്ചിട്ടുണ്ട് ധരിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് അതിന് സ്വഭാവം മനസ്സിലായി. നേരിയ അകത്തുള്ളത് പുറത്ത് കാണിക്കുന്ന കണ്ണാടി വസ്ത്രങ്ങൾ ധരിച്ചവർ. മയിലാത്തും മൊമീലാത്തും, അക്കൂട്ടത്തിൽ അവർക്ക് എന്തുണ്ട്? ചാഞ്ഞും ചെരിഞ്ഞു നടക്കുന്ന സമ്പ്രദായമുണ്ട്. റൂസുഹുന്നക അസ്നിമത്തുൽ ബുഖ്തിൽ മായില, തലയിൽ മുകളിൽ മാത്രം ഇങ്ങനെ എന്ത് ചെയ്യരുത്? ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരെന്ത് ചെയ്യാൻ പാടില്ല? അങ്ങനെ കെട്ടിപ്പൊക്കി വെക്കുക. അവരുടെ സൗന്ദര്യത്തെ വെളിപ്പെടുത്താൻ, ആകർഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ലാ യദ്ഖുലുൽ ജന്ന, ആ സ്ത്രീകൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദുന റീഹഹാ, സ്വർഗത്തിന്റെ സുഗന്ധം അവർ ആസ്വദിക്കുക പോലുമില്ല. സ്വഹീഹ് മുസ്ലിം. സ്വർഗത്തിന്റെ സുഗന്ധം എന്ന് പറഞ്ഞാൽ 100 വർഷം വൈദൂരം വരെ ഒരു തുള്ളി സ്വർഗത്തിന്റെ സൗരഭ്യം എത്തും. മനസ്സിലായില്ലേ? അത് അവർക്ക് നുകരാൻ പോലും കഴിയില്ല എന്നാണ്. ശരിക്കും അള്ളാന്റെ കൽപ്പനയെ നമ്മുടെ ഈമാന്റെ ശക്തി പരിശോധിക്കുന്നുണ്ട്. നമുക്ക് അള്ളാഹിനെ കുറിച്ച് എത്ര പേടിണ്ടെന്ന് പരിശോധിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും നാട്ടു സമ്പ്രദായങ്ങൾ അന്ധമായി അനുകരിക്കുന്നവരും നാട്ടുകാരെ തൃപ്തിപ്പെടുത്തുന്നവരും ഹവയെ പിന്തുടരുന്നവരുമാണ് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. സുന്നത്തിനോട് നമ്മുടെ താല്പര്യമൊക്കെ പരിശോധിക്കുന്നുണ്ട്. കാഫറുകളോട് നമുക്ക് താതാത്മ്യം പുലർത്താൻ, അവരോട് സദൃശമാകാനുള്ള താല്പര്യം ഉണ്ടോ എന്ന് അള്ള പരിശോധിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരല്ലാത്ത ആളുകളെ കൂടി ആകർഷിക്കാൻ നമ്മുടെ സ്ത്രീകൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ള പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിശോധിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളിൽ ഈ വസ്ത്രധാരണം കാണാൻ കഴിയും അല്ലേ? ഇതിലൊക്കെ നമുക്ക് വീഴ്ചേണ്ട ഒരൊറ്റ വസ്ത്രധാരണത്തെ കുറിച്ച് മാത്രം നമ്മുടെ സ്ത്രീകൾ പരിശോധിച്ചാൽ മതി. നമ്മുടെ ഈമാന്റെ കുറവ് കാണാം, ദേഹത്തോടുള്ള താല്പര്യം കാണാം, സുന്നത്തിനോടുള്ള അവഗണന കാണാം. അതുകൊണ്ട് നന്നായി സൂക്ഷിച്ചുകൊണ്ടാണ് ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റജുലുൻ ഫി ഗസ്വതി തബൂക്ക് ഫി മജ്ലിസ്, തബൂക്കിന്റെ വേളയിൽ ഒരു സദസ്സിൽ ഒരാൾ സംസാരിച്ചു. മാ റഅയ്തു മിസ്ല ഖുർആഇനാ ഹൗലായി അർഗബു ബുതൂനൻ വലാ അക്ദബു അൽസനതൻ വലാ അജ്ബനു ഇൻദ ലിഖാ ഫഖാല റജുലുൻ കദബ്ത വലാകിന്നക മുനാഫിഖ് ലഅഖബറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فبلغ ذلك رسول الله صلى الله عليه وسلم ونزل القرآن
فقال عبد الله بن عمر وانا رايته متعلقا بحقد ناقة رسول الله صلى الله عليه وسلم تركبه الحجارة وهو يقول يا رسول الله إنا كنا نخوض ونلعب ورسول الله صلى الله عليه وسلم يقول أبالله وآياته ورسوله كنتم تستهزئون فجعل استهزاؤهم بالمؤمنين استهزاؤهم ബില്ലാഹി വആയാതിഹി വറസൂലിഹി എന്നാണ് സൂചിപ്പിക്കപ്പെട്ടത്. അബ്ദുല്ലാഹി ഇബ്നു മർവാൻ പറയാം, എന്ത് ഈ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ ഞങ്ങളുടെ ഈ ഖുർആൻ ഓതുന്ന ആളുകളെ കണ്ടിട്ടില്ല. എന്താണ് അർഹബ് ബുത്തൂനൻ വല അക്കദബു അൽസനത്തൻ. അവരെന്ത് ചെയ്യുന്ന പറഞ്ഞ നാവിൽ കളവ് പറയാ, അതേപോലെ വയറിന്റെ കാര്യത്തിൽ കൂടുതൽ എന്ത് ചെയ്യാ, താല്പര്യം കാണിക്കുക. അങ്ങനെയൊക്കെ ഇവര് ഖുർആനിന്റെ ആളുകളാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റം. മനസ്സിലായില്ലേ? ആ ഒരു നിലവാരത്തിൽ പറഞ്ഞപ്പോ എന്താണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മുനാഫിഖാണ്. അങ്ങനെ സഹാബികളെ കുറിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. സത്യവിശ്വാസം വെച്ചിരിക്കാനാ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന ആളെന്തായിരിക്കും? മുനാഫിഖായി. ആ മുനാഫിഖിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം കിട്ടിയപ്പോൾ അപ്പോഴാണ് അറിഞ്ഞ ആയത്താണെന്ന് അബില്ലാഹി, നമ്മുടെ വിഷയം അതല്ല, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ആയത്തുകളെയും അള്ളാഹുവിന്റെ റസൂലിനെയും കളിയാക്കുകയാണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ദീനിനെ കുറിച്ച് രാഘവത്തോടു കൂടി സംസാരിക്കുന്നതിന് അങ്ങേയറ്റം എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഞങ്ങൾ തമാശക്ക് പറഞ്ഞു, കളവ് പറഞ്ഞാൽ റസൂലുള്ളാഹിയെ അടുത്തൊന്ന് കൊണ്ടുവക്കും. അവർ റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ മൂക്കേറ് പിടിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു? അവർ പറഞ്ഞു അത് ഞങ്ങൾ തമാശക്ക് പറഞ്ഞു. അങ്ങനെ ദീനോട് എന്ത് ചെയ്യരുത്? കളിക്കരുത്. ഇന്നാക്കുന്നാ നഖൂദു വനൽഅബു എന്ന് പറഞ്ഞപ്പോ അതിന് ഉത്തരാണെന്ത്? അബില്ലാഹി വആയാതിഹി വറസൂലിഹി. അള്ളാഹുവിനെ നിങ്ങൾ കളിയാക്കുകയാണ്, അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ കളിയാക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ കുൻതും തസ്തഹ്സിഊൻ കളിയാക്കുകയാണ് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഇസ്ലാമിൽ വന്ന ഒരു വിധിയെ ലാഘവത്തോട് സംസാരിക്കാൻ നമ്മൾ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. നന്നായി സൂക്ഷിക്കാം. പരലോകത്ത് ഓർക്കണം, ഫഹസിബതും അന്നമാ ഖലഖനാകും അബദൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നൊരു ചോദ്യം, നിങ്ങൾ വിചാരിച്ചോ നിങ്ങളതാണ് ലക്ഷ്യബോധമില്ലാതെ പഠിച്ചതാണ് എന്ന്? നമ്മിലേക്ക് ഒരിക്കലും നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്ന് നാട്ടുകാരെന്തോ പറയട്ടെ, നാളെ അള്ളാഹിന്റെ അടുത്തേക്ക് നമ്മൾ ഒറ്റക്ക് മടങ്ങിച്ചേരണമല്ലോ. ആ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഖുർആൻ പറഞ്ഞത് മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി വമൻ ضل ഫഇന്നമാ യദില്ലു അലൈഹാ. ആരെങ്കിലും ഹിദായത്ത് സ്വീകരിച്ചാൽ അത് അവന് കൊള്ളാം, ആരെങ്കിലും ഹിദായത്ത് സ്വീകരിച്ചാൽ അത് അവന് കൊള്ളാം. ആരെങ്കിലും വലാലത്താണ് സ്വീകരിക്കുന്നതെങ്കിലോ അവനെതിരെ തന്നെയാണ് ആ വലാലത്ത് എന്ത് ചെയ്യുന്നത്? സ്വീകരിച്ചിരിക്കുന്നത്. അവനെതിരെയാണ് അവൻ ആ വലാലത്ത് സ്വീകരിച്ചിരിക്കുന്നത്. സൂറത്ത് ഇസ്രായേൽ 15-ാമത്തെ ആയത്. അപ്പൊ നമ്മളൊരു മാർഗം മനസ്സിലാക്കി അവലംബിച്ചാൽ നമുക്ക് കൊള്ളാം. നാട്ടുകാരെ ആദരത്തിൽ നിലപാട് സ്വീകരിച്ച് നോക്കിയിട്ട് നമ്മൾ സ്വീകരിക്കാൻ നിൽക്കണ്ട. എല്ലാവരും അങ്ങനെ ഈ മാർഗം സ്വീകരിച്ച് മൂട് വസ്ത്രങ്ങൾ ധരിക്കുകയാണെങ്കിൽ ഞാൻ ധരിച്ചോളാം. എല്ലാവരും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് മാത്രം എന്തിനാണ് നിർബന്ധിക്കുന്നത്? ഒരു പെണ്ണ് ചെയ്യാൻ പാടില്ല, തന്റെ ഭർത്താവിനോട് തന്റെ വാപ്പയോട് ചോദിക്കാൻ പാടില്ല, ഇക്കാക്കയോട് ചോദിക്കാൻ പാടില്ല. നമ്മൾ കൂടെ കൂടുകളായിരുന്നു രാത്രിക്കും ഇമ്മ. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല കൂടെ കൂടുന്നവർ. എന്താ കൂടെ കൂടുന്നതാവും? ഇനി അഷ്ടരനാസും അഷ്ടനുമാകും. അവരുടെ സ്വഭാവം എന്ന് വെച്ചാൽ ജനങ്ങളൊക്കെ നല്ലതാണെങ്കിൽ ഞങ്ങളും കൂടത്തിലുണ്ട്. വൈനസാവും അസാവും. ജനങ്ങളാണെങ്കിലോ അവര് ഏതെങ്കിലും ഒരു വിഷയം വേണ്ടാന്ന് വെച്ച് മോശമായി പെരുമാറാൻ ഞങ്ങളും അങ്ങനെ. നാട്ടുകാർക്കനുസരിച്ച് ഈ നിലപാട് കൂട്ടരെ പാടില്ല. വലാക്കിൻ ഭക്തിനും പുസ്തകം നിങ്ങൾ വ്യക്തിത്വം പാലിക്കണം, പത്തനീയത്ത് പാലിക്കണം. പത്തനീയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ അഷ്ടരനാസും അഷ്ടനുമാകും. ജനങ്ങൾ നല്ലോണം നിൽക്കുമ്പോൾ അവരെ കൂടെ നല്ലോണം നിൽക്കുക. ജനങ്ങൾ മോശമാകുമ്പോൾ അവരെ എന്ത് ചെയ്യാൻ നിങ്ങൾ വിട്ടു നിൽക്കണം. ഇവിടെ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു. നമ്മൾ പലപ്പോഴും ഈ ഹിജാബിനെയും മുഖംമൂടിയെയും നിഖാബിനെയും ഒക്കെ വെറുക്കുന്നതുകൊണ്ടറിയാം. നമുക്ക് വെറുപ്പുണ്ടായിട്ടല്ല, ജനങ്ങൾക്ക് മിക്കവർക്കും ഭൂരിപക്ഷത്തിനും അതിനോട് വെറുപ്പാണല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ്. അല്ലെങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറയും. നേരെ മറിച്ച് അള്ളാന്റെ പത്നിമാർ മരണം വരെ ധരിച്ചൊരു ഡ്രസ്സിന് നമ്മളാരും വെറുക്കും എനിക്ക് തോന്നുന്നില്ല. സ്വഹാബികൾ മുഴുവൻ ധരിച്ചൊരു വസ്ത്രം അവർ മുഖം മറച്ചാണ്, ശരീരം മുഴുവൻ കൂടിയാണ്. അതിനോട് നമുക്കാരും വെറുപ്പുണ്ടാവുമെന്ന് ഞാൻ പറയില്ല. എന്നിട്ട് നമ്മുടെ ലാഘവ സമീപനം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നമുക്ക് അതിനേക്കാൾ അപ്പുറത്ത് ജനങ്ങളോടുള്ള ഒരു ഇഷ്ടം വരുന്നുണ്ടോ? അത് പാടില്ല. ഇമ്മാറ്റ് പാടില്ല. ലാഭ ഇമ്മ നിങ്ങൾ കൂടെ കൂടികളാകരുത്. കൂടെ കൂടികളെ കൂടെ വെക്കാൻ പണ്ഡിത
പണ്ഡിതന്മാർ കൂടി വന്നാൽ പിന്നെ പറയാനുണ്ടോ? പണ്ഡിതന്മാരെ എവിടെയും കൂടി വെച്ചെടുത്താലോ? അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യപ്പെടാം. അപ്പോഴാണ് വലിയ മൗലവിമാർ വന്നിട്ട് ആരെപ്പോഴും മോഹം മൂടാൻ പറഞ്ഞത് എന്ന്. ഇത്രയും വലിയ മൗലവി അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞങ്ങളിപ്പോ അത് പരിഗണിക്കേണ്ടതില്ലല്ലോ എന്ന് ധരിച്ചാൽ ആ മൗലവി അടക്കം അള്ളാഹടുത്ത് കൊടുക്കൂടെ? ഞാനാണെങ്കിൽ ഞാൻ അടക്കം അത് കുടുങ്ങി പോകില്ല. ശരിക്കും ഓരോരുത്തരും എന്ത് ചെയ്യണം? മനസ്സിൽ വെക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, വഖദ് ഫസ്സറ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിയാത്ത് ആരിയാത്ത്. നേരത്തെ പറഞ്ഞ ഹദീസിലെ കാഫിയാത്ത് ആരിയാത്ത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ആ കാര്യം? അവളുടെ സൗന്ദര്യം മറയ്ക്കാത്തത് അവൾ ധരിക്കാൻ പാടില്ല എന്ന കാര്യം. വഹിയ കാഫിയ, അവൾ ധരിച്ചിട്ടുണ്ട്. വഹിയത്തിൽ ഹഖീഖത്തി ആരിയ, സൗന്ദര്യം മറക്കാത്ത വസ്ത്രം ധരിക്കുന്നവൾ ധരിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അവൾ ധരിക്കാത്തവളാണ്, നഗ്നയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിമിത്തലമൻ നേരിയ വസ്ത്രം ധരിക്കുന്ന ഒരു പെണ്ണിനെ പോലെ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു പെണ്ണിനെ, അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ വസ്ത്രം ധരിക്കുന്ന ഒരു പെണ്ണിനെ പോലെ. പുരുഷായ വസ്ത്രം ധരിക്കുന്ന പെണ്ണും വസ്ത്രം ധരിക്കാതെ അവള് ശരീരത്തിന്റെ നിമ്നോന്നതികളൊക്കെ പ്രകടമാക്കുന്ന സാരി, ചുരിദാർ പോലത്തെ വസ്ത്രം ഉണ്ടല്ലോ, ഒക്കെ കയറ്റി ഇറക്കോ കാണിക്കുന്ന വസ്ത്രം, അതൊക്കെ ധരിക്കുന്നത് കാഫിയാത്ത് ആരിയാത്തിൽ പെടുന്ന. ആരാ പറയുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അവളുടെ സൃഷ്ടിയുടെ വടിവുകൾ, മുറിവുകൾ, അതിന്റെ കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്യും? അവളുടെ പ്രരൂപം എടുത്തു കാണിക്കുന്ന ശരീര മുഴപ്പുകൾ വെളിപ്പെടുത്തുന്ന ഇടുങ്ങിയ വസ്ത്രം ധരിക്കുന്ന പെണ്ണ് കാഫിയാത്ത് ആരിയാത്ത് എന്ന പരിധിയിൽ പെടും എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തന്റെ ഫത്വാവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ ഹിജാബിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആ ഫത്വാവയുടെ ലേഖനം, അതിലും ആ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവളെ മുച്ചൂട് മൂടുന്ന വസ്ത്രമായി. ആ വസ്ത്രം അവളുടെ ശരീരത്തെ ഒരിക്കലും വെളിപ്പെടുത്തരുത്. അവളുടെ അവയവങ്ങളെ മുഴപ്പിച്ച് കാണിക്കാനും പാടില്ല. അതിന് തക്കവണ്ണം കട്ടിയുള്ളതും അയഞ്ഞതുമായി. സ്ത്രീയുടെ വസ്ത്രം കട്ടിയുള്ളതും അയഞ്ഞതും ശരീരം മുഴുവൻ മൂടുന്നതുമായിരിക്കണം എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ കാഫിയാത്ത് ആരിയാത്ത് എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു ഹദീസ് ഈ വിഷയത്തിൽ വന്നത്, ലഅന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹാത്ത് മിനൻ നിസാഇ ബിർരിജാൽ, സ്ത്രീകളിൽ പുരുഷന്മാരോട് സാദൃശ്യം കാണിക്കുന്ന, പുരുഷന്മാരെ മാതിരി ബാറ്റർ ഷർട്ടൊക്കെ കോളറൊക്കെ ഉള്ള ഷർട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ, പുരുഷന്മാരോട് സദൃശമായി നടക്കുന്ന ചില പെണ്ണുങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ കുറച്ച് സമയം എടുക്കും. മനസ്സിലായില്ലേ? മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് അതൊരു ഫാഷനായിട്ടും ഡിസൈനായിട്ടും ചിലപ്പോൾ അവർ നമ്മൾ ഞെട്ടിക്കുന്ന ന്യായീകരണമൊക്കെ പറഞ്ഞാള്. എന്താണ് ഇന്നത്തെ പീഡനങ്ങളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അതിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കരുത്തിന്റെ ഒരു അടയാളമായിട്ടൊക്കെയാണ്. തിരിച്ചറിയപ്പെടാനും അതേപോലെ പീഡനങ്ങൾ രക്ഷപ്പെടാനൊക്കെ വേറെ വഴി അള്ള പറഞ്ഞിട്ടുണ്ട്. ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അള്ളൊരു വഴി പറഞ്ഞാൽ അതല്ലാത്ത വേറെ ഏത് വഴി സ്വീകരിച്ചാലും പീഡനങ്ങളിൽ നിന്ന് നമ്മുടെ സ്ത്രീകൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അള്ള പറഞ്ഞ വഴി സ്വീകരിച്ചാൽ അള്ള അവർക്ക് കാവലും അള്ളാന്റെ മലക്കുള്ളവർ സംരക്ഷിക്കാൻ. മനസ്സിലായത്? അതുകൊണ്ട് അള്ള പറഞ്ഞിട്ടുണ്ട് സംരക്ഷിക്കപ്പെടാൻ സ്ത്രീ സുരക്ഷിതയായിരിക്കാൻ വേണ്ടി വഴി നേരത്തെ ആയത്തിൽ നമ്മൾ വായിക്കാം അല്ലെ. സാധാരണ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ചില മുസ്ലിം സ്ത്രീകൾ പരാതിപ്പെട്ടു. എന്ത്? ഇവർ വെളിക്കിരിക്കാൻ വേണ്ടിയൊക്കെ പുറത്ത് നേരത്തെ ഇറങ്ങുമ്പോ ഈ തെമ്മാടികളായ ചില ആളുകൾ അങ്ങാടിയിലുണ്ടാവും. അവര് ഈ മുഖം മൂടാതെ നടക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ അവിടുത്തെ അടിമ സ്ത്രീകളാണെന്ന് വിചാരിച്ചിട്ട് ഇവര് കുലീന ഉള്ള സ്ത്രീകളാണെന്ന് തിരിച്ചറിയാതെ അവരെയും കയറി പിടിക്കും ചിലപ്പോൾ. അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങളെയും കയറി പിടിക്കുന്ന ഈ പുരുഷന്മാർ. അപ്പൊ റസൂലൊന്നും പറഞ്ഞില്ല. അപ്പൊ ആയത്തിറങ്ങി. അങ്ങനെയാണ് ചെയ്യുന്നത്. അത് മൂടിയ വസ്ത്രം ധരിക്കാൻ വേണ്ടി അടിമ സ്ത്രീകളിൽ നിന്നും അതുപോലെ ജാഹിലിയ സമ്പ്രദായത്തിൽ നിന്നും മുസ്ലിം സ്ത്രീകൾ വേർപെടുന്ന ആയത്തിറങ്ങി എന്ന് വിചാരിച്ച് അതിൽ നമുക്ക് അന്യരുടെ അരികിലേക്ക് ഇളവ് കിട്ടുന്ന ഘട്ടങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ജിൽബാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇസാറുൽ കബീർ, ഒരു വലിയ വസ്ത്രമാണ്. അല്ലദീ യുഗ്തി റഅസഹ ഫലാ തദ്ഹറു ഇല്ലാ ഐനഹ, കണ്ണു മാത്രം വെളിപ്പെടുത്തുന്ന, തലയിലൂടെ മൂടുന്ന വസ്ത്രത്തിനാണെന്ന് പറയാ ജിൽബാബ്. മനസ്സിലായില്ലേ? ഫമിൻ ജിൻസിഹ നിഖാബ്, അത് അതിന്റെ ഇനത്തിൽപ്പെട്ട ഒന്നാണ് നിഖാബ്. നിഖാബ് എന്ന് പറഞ്ഞാൽ മൊത്തം വസ്ത്രത്തിന്റെ പുറമെ നമ്മൾ മുഖം മാത്രം മറയ്ക്കാൻ വേണ്ടി പ്രത്യേകം ധരിക്കുന്ന വസ്ത്രമാണെന്ത്? നിഖാബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഹജ്ജിന് പോകുന്ന സ്ത്രീകളോട് ഇഹ്റാമിലായിരിക്കെ രണ്ടാമതൊരു വസ്ത്രം ധരിക്കേണ്ടതാണ് അവർ മുഖം മറക്കേണ്ടെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല അന്യപുരുഷന്മാരും മുഖം മറക്കേണ്ടി വരും. മുഖം മറച്ചതിനാണ് നമുക്ക് തെളിവുകൾ കാണാൻ സാധിക്കുക. അത്തരം വിഷയങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്,
അവർ പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഇഹ്റാമിലായിരിക്കെ, ഹജ്ജിലായിരിക്കെ ഞങ്ങളുടെ അരികിൽ യാത്രക്കാരായ ആളുകൾ, ഹജ്ജിന് വന്ന ആ ആളുകൾ നടന്നു വരാറുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ നേരെ എത്തുമ്പോൾ ഞങ്ങളിൽ ഓരോരുത്തരും ഞങ്ങളുടെ ജിൽബാബ് താഴ്ത്തി, തലയിൽ നിന്ന് താഴ്ത്തി. അപ്പൊ മുഖമക്കൻ അവരെന്ത് ചെയ്യും? സാധാരണ മുഖം വെളിപ്പെടുത്തി നിൽക്കും. അന്യപുരുഷന്മാര് നമ്മളടുത്തേക്ക് നടന്നു വരുമ്പോൾ അടുത്തെത്താറാകുമ്പോഴേക്കും അവരെന്ത് ചെയ്യും? ഒന്നായിട്ട് മുഖത്തുകൂടെ താഴ്ത്തിയിടും. അല്ലാതെ നിഖാബ് എന്ന പ്രത്യേക വസ്ത്രം ധരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെതായ യുക്തി പലതും ഉണ്ടായിരിക്കും. അതിന്റെ കാരണങ്ങൾ നമ്മൾ തിരഞ്ഞു പോകേണ്ടതില്ല. പക്ഷേ അന്യപുരുഷന്മാർ വരുമ്പോൾ ഹജ്ജിന്റെ വേളയിലും അവർ മുഖം മൂടിയിരുന്നു എന്നുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹ് ഹദീസ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചു, ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചു, ഇമാം ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചൊക്കെ സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ധരിക്കാറുണ്ട്. അവർ ഞങ്ങളെ വിട്ട് കടന്നുപോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ വെളിപ്പെടുത്തി. അപ്പൊ അവർക്ക് മുഖം വെളിപ്പെടുത്താൻ അനുവാദമുണ്ട് എന്ന് ചോദിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മുഖം മറയ്ക്കണം എന്നത് തന്നെയാണ്. ഹജ്ജിന്റെ സമയത്ത് പോലും മുഖം മറയ്ക്കണം എന്ന് തന്നെയാണ് സ്വഹാബ വനിതകൾ മനസ്സിലാക്കിയത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സ്ഥിരപ്പെട്ട ഈ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഹജ്ജിന്റെ സമയത്ത് മുഖം മറക്കരുത് പറഞ്ഞതിൽ മുഖം മറക്കേണ്ട ഒരു സംഗതിയല്ല എന്ന് കിട്ടിയല്ലോ എന്നൊന്നും ആരും പറഞ്ഞു നടക്കരുത്. മുഖം മറക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേയില്ല. മുഖം മറക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് സ്വഹാബ വനിതകളുടെ സമ്പ്രദായത്തിൽ നിന്ന് വ്യക്തമാണ് താൻ. മനസ്സിലായില്ലേ? പിന്നെ അതിപ്പോ നമ്മളോട് ചില വസ്ത്രങ്ങൾ ഇപ്പൊ ചെരുപ്പ് ഇടാൻ അനുവദിച്ചപ്പോ തന്നെ ഒന്നാകെ പോകുന്ന ഷൂ നമുക്ക് വരച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കാലിലൊരു വസ്ത്രം ഇടുന്നതിന് കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഇളവ് അവിടെ ചെരുപ്പിടാൻ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ആകെ കൂടുന്ന കാലറ ധരിക്കുന്നതിന്റെ വിധി എടുത്തിട്ട് ചെരുപ്പിടെടുക്കുന്നതിന്റെ വിധി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കൊണ്ടുവരേണ്ടതില്ല എന്നേ അതേ നമ്മളതിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. പിന്നെ ചില ആൾക്കാര് വളരെ ബാലിശമായ ചില ചോദ്യം, ഇസ്ലാമിക നിയമം കുടിസാണെന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് കുടിസാകാതിരിക്കാൻ വേണ്ടി ഇസ്ലാമിക നിയമമല്ല കുടിസായത്, അയാളുടെ കൽബാണ് കുടിസായത്. അത് നല്ല ഈമാനും കൃത്യമായ ഇസ്ലാമിക ജീവിതവും ദിക്റും തഖ്വയും തൗഹീദും ഉണ്ടെങ്കിൽ കൽബ് വിശാലമായി കിട്ടും. അപ്പം പർദ്ദ ഇടാത്തവരെ കാണുമ്പോൾ അറപ്പായി. മനസ്സിലായില്ലെങ്കിൽ അപ്പം ഇസ്ലാമിക നിയമമല്ല കുടിസായത്, ഇസ്ലാമിന്റെ നിയമം സ്വീകരിക്കാൻ തക്കവണ്ണം ഇവളുടെയും ഇവന്റെയും ഹൃദയമാണ് ഉണ്ടായിപ്പോയത് കുടിസായതാണ് മറുപടി. പിന്നെ എന്റെ ആദ്യത്തിലെ പറഞ്ഞാൽ ഹയാ ശോഭത്തും മിനൽ ഈമാൻ, നാണം എന്നുള്ളത് ഈമാനിന്റെ എന്താണ് ഒരു ശാഖയാണ്. മനസ്സിലായില്ലേ? അത് കുറഞ്ഞു പോയതാണ് വിഷയം. ഏറ്റവും സൗന്ദര്യം പ്രകടമാകുന്ന ഭാഗമാണ് മുഖം എന്നുള്ള നിലക്ക് സലഫുകൾക്ക് ആ വിഷയത്തിൽ തർക്കമുണ്ടായിട്ടില്ല. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അടക്കമുള്ള ആളുകൾക്ക് സ്ത്രീയുടെ മുഖം മറക്കേണ്ടത് അത് അഭികാമ്യം, അത് അനുപേക്ഷണീയവും അഫ്ളലുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അന്യായമായി തെളിവുകൾ കൊണ്ടുവരേണ്ടതില്ല. സുബഹിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്ന സ്ത്രീകളെ കുറിച്ച് സ്വാഭാവിക തന്നെ ഇപ്പോൾ ഇതിന്റെ കാണാം, അവരെന്ത് ചെയ്യാറില്ല, ഗലത്തിന്റെ സമയത്ത് തിരിച്ചറിയാതെ, ഗലത്ത് എന്ന് പറഞ്ഞാൽ വെളിച്ചം വന്ന സമയം, ആ സമയത്ത് പോലും തിരിച്ചറിയില്ല. എന്താ കാരണം അവിടെ ഉണ്ട്. അവർ വന്നത് എങ്ങനെയാ, മുത്തലഫിയാത്തിൻ അവർ മൂടുപടങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വരുന്നതുകൊണ്ടാണ് തിരിച്ചറിയാത്തതുണ്ട് ആ ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പൊ അവര് മുഖം മറച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ സൂചിപ്പിക്കുക മാത്രമാണ്, ചില ദുർബലമായ ഹദീസുകളാണ് ആകെപ്പെടുത്തത്, വലിയ പിടുത്തമാണ്. അത് വല്ല കരളുണ്ടോ സംഗതി കൃത്യമായി കൊണ്ടിറക്കുക. ഏത് മുഖം മറയ്ക്കാൻ, മുഖം തെളിക്കാൻ, മറയ്ക്കാനല്ല. നമ്മുടെ ഭാര്യമാരുടെ മുഖം അന്യരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഒരു ചാൻസ് ഇട്ടുണ്ടല്ലോ. മനസ്സിലായില്ലേ? അത് കുറാൻ ക്ലാസ്സിന് വരികയാണെങ്കിലും, അത് കല്യാണത്തിന് പോവാണെങ്കിലും, മാർക്കറ്റിലേക്ക് പോവാണെങ്കിലും, വേറെ എവിടേക്ക് പോവാണെങ്കിലും എന്താണ്, നമ്മുടെ പെൺകുട്ടികളുടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കല്യാണപ്രായത്തിൽ പെൺകുട്ടികളൊക്കെ ഈ മുഖം വെളിപ്പെടുത്തിട്ടല്ലേ എല്ലാ കാമ കണ്ണുകൾക്കും ആസ്വദിക്കാൻ വിട്ടുകൊടുത്തിട്ടല്ലേ നമ്മുടെ പ്രിയപ്പെട്ട കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ ബസ് കയറി സ്കൂളും കോളേജിലും പോകണം. അത് ആലോചിക്കുന്ന ഒരു അപകടം എന്താണെന്നല്ലോ. നമ്മുടെ നാട്ടിലെ പുരുഷന്മാരെ വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം പെൺകുട്ടികളെ ഭാര്യമാരെ അപ്പം പർദ്ദയിട്ട് മുഖംമൂടി നടത്തും. നമ്മുടെ ഈ കല്യാണപ്രായത്തിലെ തുടുപ്പുള്ള പെൺകുട്ടികളുണ്ടല്ലോ, അവരെ മുഖം കാണിച്ചിറക്കുക. നിങ്ങളൊന്ന് ആലോചിക്ക്, അവരല്ലേ ആദ്യം മൂടേണ്ടത്. മുഖം മൂടാൻ കഴിയില്ലെങ്കിൽ മേലാലങ്ങളെ പെൺകുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കരുത്. മനസ്സിലായില്ലേ? അങ്ങനെ കുറെ ദുർബലമായ ഇത് മൗലവിമാരും കൊണ്ടിറക്കുന്നത് വിഷമമുള്ള സംഗതിയാണ്. ഇനി മേലാലൊക്കെ കൊണ്ടിറക്കരുത്. കൊണ്ടിറക്കാതിരിക്കാൻ ചില ഹദീസ് പറയാണ്,
ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അസ്മാ ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീദ് ലാ യൻബഗി അൻ യظهر മിനാ ഇല്ലാ ഹാദാ വഹാദാ. ഇതുമല്ലാതെ നബി മുൻകൈകളും മുഖവും കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതല്ലാതെ പ്രായപൂർത്തി എത്തിയ ഒരു പെണ്ണ് വെളിപ്പെടുത്താൻ പാടില്ല അസ്മാ എന്ന് പറഞ്ഞതാണ്. ഇത് നബി പറഞ്ഞല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആരോ പറഞ്ഞതാണ്. മനസ്സിലായില്ല? ഈ ഹദീസ് അതീവ ദുർബലമാണ്. ലഈഫുൻ ജിദ്ദൻ എന്ന പരിഗണനയിലാണെന്നുള്ളത് ഈ ഹദീസ് ഉൾപ്പെടുക. മനസ്സിലായില്ലേ? ഇതിന്റെ സനദിൽ ഒരു റാവി ലഈഫാണ് എന്ന് റിപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? മറ്റൊരു റാവി മുദല്ലിസാണ്. ഇതിന്റെ ഇസ്നാദാണെങ്കിലും മുർസലാണ്. കാരണം ആയിഷ റളിയല്ലാഹു നിന്നാണ് അസ്മാ ബീവിയുടെ സംഭവം ഉദ്ധരിക്കുന്നത്. ആയിഷ ബീവി ഉള്ള കാലത്ത് ജനിക്കുക പോലും ചെയ്യാത്ത ഒരാളാണ് ആയിഷ ബീവി എന്നോട് പറഞ്ഞു കണ്ടെത്തിയിരിക്കുന്നത് ഈ വിഷയം റിപ്പോർട്ട്. അദ്ദേഹം ആയിഷ ബീവി പിന്നെ ഉള്ള കാലത്ത് എന്താണ് ജീവിച്ചിരുന്നിട്ട് തന്നെ ഇല്ല എന്ന് കാണാൻ സാധിക്കും. ഷാഹിദ് ബിൻ ബഷീർ. മനസ്സിലായില്ലേ? പിന്നെ അബൂ ഖത്താദ എന്നൊരു മുദല്ലിസ് ഈ ഹദീസിലുണ്ട്. ഒരു നിലക്കും ഒരു അമൽ ചെയ്യാൻ തെളിവാക്കാൻ പറ്റിയ നിലവാരത്തിലുള്ള ഹദീസ് അല്ല ഇത്. പിന്നെ ഏതെങ്കിലും ശവാഹിദുകളുടെ പിൻബലവും ഈ ഹദീസിനെന്തില്ല, ഇല്ല. മാത്രമല്ല ഇതിനെതിരാണ് ശക്തമായ ഹദീസുകളും ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്തിമാരുടെ നടപടികളും സഹാബ വനിതകളുടെ നടപടികളും ഒക്കെ ഇതിനെതിരാണ്. അതുകൊണ്ട് ഈ ദുർബലമായ ഒരു കച്ചിത്തുരുമ്പെടുത്തിട്ട് മുഖവും കൊണ്ടുകയെന്ന് പറഞ്ഞ ആരും നടക്കരുത്. മനസ്സിലായില്ലേ? അതാണ് എടുത്തു വരുന്നത്. ഇനി ഇത് സ്വഹീഹാണെന്ന് വെച്ചാൽ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇനിയിപ്പോ ഒരാൾ സ്വഹീഹാണ് എന്നുള്ള നിലക്ക് ഈ ഹദീസ് വെച്ച് വിധി പറഞ്ഞു വെക്കാം. എന്നാൽ പോലും അതിൽ നിന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ, ഇത് ഹിജാബിന്റെ ആയത്തിന് മുമ്പാണെന്നേ കരുതാവൂ. സ്വഹീഹാണെന്ന് വെച്ചാൽ തന്നെ ഇത് പാലിക്കാൻ അത്രയും തെളിവ് വേറുണ്ട്. മുഖം മറയ്ക്കാനും ശരീരമാകെ മൂടാനും എമ്പാടും തെളിവുകൾ വേറെ ഉള്ളതുകൊണ്ട് ഈ ഹദീസ് ഹിജാബിന്റെ ആയത്തിന് മുമ്പാണ് എന്ന് വെക്കേ നിവൃത്തുള്ളൂ. കാരണം ആ പറഞ്ഞത് ഒന്ന് തെറ്റുണ്ടാക്കിയ ഹദീസാണ്. അവിടെ പിന്നെ ഹിജാബിന്റെ ആയത്തിന് യാതൊരു ബന്ധവും നമുക്ക് വരാനില്ല. ആണെങ്കിൽ തന്നെ അങ്ങനെ പരിഗണിക്കാവൂ എന്ന് ഷെയ്ഖ് ഹുസൈമി റഹിമഹുല്ലാഹ് ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നേരത്തെ നമ്മൾ ഓതിയ ആയത്തിൽ ഇല്ലാമാ ലഹറ മിൻ സീനത്ത് വെളിപ്പെടുത്തരുതാണ്. ഇപ്പൊ എന്താണത്? ഇല്ലാമാ ലഹറ മിൻഹ. എന്നിട്ട് പറയാതെ മുഖവും മുൻകൈയാണ്. എവിടെ നിർത്തി? അത് ഇബ്നു അബ്ബാസാണ് പറഞ്ഞിട്ടുണ്ട്. അൽ ഖുഹ്ലു വൽ ഖാസം എന്താണ്? സുറുമയും മോതിരവുമാണ്. അപ്പൊ സുറുമ മുഖത്താണല്ലോ ഇടുക, കണ്ണില് അത് മുഖത്താണല്ലോ ഉള്ളത്. മോതിരം വിരലുമിടും, അത് കൈയാണല്ലോ. മനസ്സിലായില്ലേ? ഇനി ഏറിപ്പോയാൽ മോതിരം എന്ന് പറഞ്ഞാൽ വിരലാണ്, സുറുമ എന്ന് പറഞ്ഞാൽ അത് ആ കണ്ണ് വെളിപ്പെടുത്തുമ്പോൾ അവിടെ മാത്രം കാണുന്ന ഒരു സാധനമാണ്. അത് മുഖം മുഴുവൻ വെളിപ്പെടുത്താൻ എന്ത് ചെയ്യേണ്ടതില്ല, ഏറെ എടുക്കേണ്ടതില്ല. പക്ഷേ ഈ ഹദീസും ഇത് ലഈഫിനേക്കാൾ അപ്പുറത്തും മുൻകറാണ്, അങ്ങേയറ്റം വലിച്ചെറിയേണ്ട ഹദീസാണെന്ന്, മുൻകറായ ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ട ഈ ഹദീസ് എന്ന് കാണുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് തന്നെ മാഫിൽ കഫി വൽ വജ്ഹി അതാരോ കരുതിക്കൂട്ടുണ്ടാക്കിയാണ് മുഖവും മുൻകൈയും. മനസ്സിലായില്ലേ? പക്ഷെ കൈത്തലങ്ങളും പെൺകുട്ടിയുടെ പിന്നെ കൊല്ലുന്നതിനുള്ള വിരലുകൾ പ്രത്യക്ഷപ്പെടുന്ന കൈത്തലങ്ങളും മുഖവും പുരുഷന്മാരിൽ ലൈംഗികോദ്ദീപനം ഉണ്ടാക്കുന്നതാണ് ഇത് രണ്ടും. ഇത് കഴിച്ചിട്ടാണ് ബാക്കിയത്. അതുകൊണ്ട് ഇത് രണ്ടും പുറത്തുകൊണ്ടുവരാൻ ശത്രുക്കൾ കാര്യമായിട്ട് ശ്രമിക്കും. ഇസ്ലാമിന്റെ പിൻബലം അതിനില്ല, തഖ്വയുള്ള പിൻബലമില്ല. കാരണം വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വലിബാസു തഖ്വ ദാലിക ഖൈർ എന്ന് പറഞ്ഞത് ആരും മറക്കരുത്. തഖ്വയുടെ വസ്ത്രമാണ് ഖൈർ. അതില്ലാത്തതുകൊണ്ടാണ് ഈ അനാവശ്യത്തിന്റെ പിറകെ ആരും പോകുന്നത്. അതുകൊണ്ട് മുഖവും മുൻകൈ എന്ന് പറഞ്ഞ് വരുന്നവർ സൂക്ഷിക്കണം, അവരോട് തെളിവ് ചോദിക്കണം. മുഖവും മുൻകൈയും എന്ന് പറയുന്നവരോട് തെളിവ് ചോദിക്കണം. അപ്പൊ പിന്നെ എല്ലാ മാതാഹറിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വഹീഹായ ഹദീസിൽ കാണാം. ഇമാം ജരീർ തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, 18ാമത്തെ വാളിൽ 119ാമത്തെ പേജ്. അതേപോലെ ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിന്റെ മുസ്തനദിൽ ഉദ്ധരിച്ചു, ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിച്ചു. മനസ്സിലായില്ലേ? ഇമാം ഹാക്കിം ഉദ്ധരിക്കും പറഞ്ഞു, മുസ്ലിം, ഇത് സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള എല്ലാ ശർത്തും ഒത്തിണങ്ങിയ ഹദീസാണെന്ന് ഹദീസ് പറഞ്ഞു. മുസ്ലിം അത് ഉദ്ധരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇമാം റഹബി അതിനോട് യോജിച്ചു. അങ്ങനെ ആ നിലക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ധരിക്കപ്പെടുന്നു. മനസ്സിലായില്ലേ? ജരീർ തബരി വരെ ഹദീസന് യൂനുസ് അഖ്ബറനാ ഇബ്നു വഹബ് അഖ്ബറനി അൻ-നൗരി അൻ അബീ ഇസ്ഹാഖ് അൽ-ഹമദാനി അൻ അബീ അഹ്വസ് അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു ജരീർ തബരി വരെയുള്ള പരമ്പര നമുക്ക് കാണിക്കാം. എന്നിട്ട് പറയാം, എന്താ പറയുന്നത്? അവളുമാരുടെ അലങ്കാരം വെളിപ്പെടുത്താൻ പാടില്ല, അതിൽ നിന്ന് പ്രത്യക്ഷമായ ഒഴികെ. അദ്ദേഹം പറഞ്ഞു, വസ്ത്രം. അപ്പൊ നഗ്നത മറയ്ക്കുന്ന
കുടുസല്ലാത്ത വിശാലതയുള്ള കട്ടിയുള്ള വസ്ത്രം. ആ വസ്ത്രം ഇട്ടാലും പുറമേ വരുന്ന അലങ്കാരം മാത്രമാണ്. ആ തിയാബ് എന്നല്ലാതെ മുഖവും മുൻകൈയും എന്ന് എവിടെയും കിട്ടിയിട്ടില്ല, കിട്ടുകയില്ല. ഇനി മുഖവും മുൻകൈയും എന്ന് പറയുന്നവരെ പിടിച്ചു വെക്കണം. അതെവിടെയാണ് ചോദിക്കണം. അതിന്റെ സിഹത്ത് നിങ്ങൾ കൃത്യമായി ആലോചിക്കണം. അതിന്റെ ന്യൂനതകളാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഒരു ഹദീസ് സാധാരണ പറയാറുള്ളത് ഒരു സഫ്രാവുൽ ഖത്തയിൽ സുപ്രസിദ്ധമായ ഹദീസാണ്. ഒരു പെരുന്നാളിൽ അന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ അരികിലേക്ക് എന്ത് ചെയ്തു? സദഖ ചോദിച്ചിറങ്ങിയ സഭ എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സദഖ പ്രേരിപ്പിച്ചു. ആ പ്രേരിപ്പിച്ചവൻ പറഞ്ഞൊരു വർത്താനുണ്ട്. എന്താ പറഞ്ഞത്? ഇങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് സ്ത്രീകൾക്ക് ഉപദേശം കൊടുക്കുന്ന കൂട്ടത്തിൽ തഖ്വ പാലിക്കാൻ പറഞ്ഞു, പുണ്യം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറെ ഉപദേശം വന്ന് പെണ്ണുങ്ങളെ സദഖ ഞങ്ങൾ സദഖ കൊടുക്കണം. അക്തറക്കൊണ്ട് ഹസബു ജഹന്നം, നിങ്ങളുടെ ഭൂരിപക്ഷവും നരകത്തിലെ വിറകാണ്. സ്ത്രീകൾ പൊഴിച്ചു. സ്ത്രീകളുടെ ഭൂരിപക്ഷവും നരകത്തിലെ വിറകാണ്. അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ആ ഭൂരിപക്ഷത്തെ പെടാതിരുന്നാൽ മതിയല്ലോ. പുരുഷന്മാരെ ന്യൂനപക്ഷത്തിൽ പെടുന്ന ഉറപ്പാണല്ലോ. പുരുഷന്മാരെ ന്യൂനപക്ഷം എന്നല്ല, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ എന്താണ് ഭൂരിപക്ഷം. പുരുഷന്മാരിലെ ഭൂരിപക്ഷം തന്നെയാണ് നരകത്തിനെ ഖുർആനിൽ വേറെ. അപ്പൊ ഏതായിരുന്നാലും നബി സല്ലല്ലാഹു പറഞ്ഞു നരകത്തിലെ വിറകാണ്. അപ്പൊ പെണ്ണുങ്ങളുടെ മധ്യഭാഗത്തിരിക്കുന്ന ഒരു പെണ്ണ് എഴുന്നേറ്റിട്ട് സഫാവുൽ ഖത്തയിൽ ഈ രണ്ട് കവിളിലൊരു മഞ്ഞ നിറവ് പ്രത്യേക വർണ്ണഭേദമുള്ള ഒരു സ്ത്രീ എണീറ്റ് ലിമയാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. അപ്പൊ പിടിച്ചു സൗന്ദര്യം വെളിപ്പെടുത്തുന്ന ആൾക്കാരെന്ത് കണ്ടോ? എവിടുന്ന് കിട്ടി? ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിക്ക് ജാബിർ റളിയല്ലാഹു അൻഹു ആ പെണ്ണിന്റെ മുഖത്തൊരു വർണ്ണം വ്യത്യാസം ഉണ്ടെന്ന് എവിടുന്ന് കിട്ടി? കണ്ടോ? അപ്പൊ സ്ത്രീകൾ മുഖം മറച്ചിരുന്നില്ല, മുഖം പോയി കണ്ടു. ഇതാണ് കാര്യമായൊരു തെളിവ്. സ്ത്രീകൾ മുഖം മറച്ച കുറെ സംഭവം ഉണ്ടെന്ന് ആൾക്കാർ പറയും. ഒറ്റ സംഭവമില്ല, അത് കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും സ്ത്രീകൾ മുഖം മറച്ച കുറെ സംഭവങ്ങൾ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞേക്കാം. ഏത് മുഖം മറക്കേണ്ടതില്ല എന്ന ഒരു പ്രചാരം നമ്മുടെ നാട്ടിൽ വരാൻ അവരോട് നിങ്ങൾ കുറെ സംഭവം ചോദിക്കണം. ഒറ്റ സംഭവം ചോദിച്ചാൽ മതി. അതിൽ അവരെടുത്തു പറഞ്ഞ ഒരു സംഭവമാണ് ഇപ്പൊ പറഞ്ഞത്, കണ്ടല്ലേ? പക്ഷെ ഈ സംഭവം നടന്നത് ആ ഹദീസിൽ തന്നെ വ്യക്തമാണെന്ത് പെരുന്നാളിനാണ്. ആദ്യത്തെ പെരുന്നാളാണെന്ത് ഈ സംഭവം. പെരുന്നാള് പിന്നെ നിർബന്ധമായ ഹിജ്റ 2-ാം വർഷമാണ്. ഹിജാബിന്റെ ആയത്തിന് ഹിജ്റ 5-ാം വർഷമാണ്. അപ്പൊ ഇത് ഹിജാബിന് മുമ്പുള്ള ഒരു സംഭവമാണ്. അന്ന് അങ്ങനെ കണ്ടുപോയി. മാത്രമല്ല ഈ ഹദീസ് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതല്ല. ധാരാളം സ്വഹാബികൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരാരും ഈ കണ്ട കഥ പറഞ്ഞില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ചെയ്തു, അത് പറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഒന്ന്. അപ്പൊ നമുക്ക് അതിൽ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒന്ന്, അത് ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഹിജാബിന്റെ ആയത്തിന്റെ മുമ്പാണ് എന്നുള്ളത്. ഇനി അല്ലെങ്കിലോ മറ്റൊരുപാട് ഹദീസുകളും ആയത്തുകളും കൊണ്ട് മുഖം മറക്കൽ വാജിബാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ അതിനോട് യോജിപ്പിച്ചുകൊണ്ടല്ലാതെ ഈ ഹദീസ് വായിക്കാൻ പാടില്ല. ഹദീസ് വഴിയാണ്. അങ്ങനെ വായിക്കുമ്പോൾ എന്തേ മനസ്സിലാക്കേണ്ടതുള്ളൂ? മുഖം മറക്കൽ ഇളവുള്ള ചില സ്ത്രീകളുണ്ട്. അതാരാണ്? അത് ഷെയ്ഖ് സാലിഹ് ഉസൈമീൻ പറഞ്ഞു, മുഹമ്മദ് ബിൻ സാലിഹ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇമ്മാ അൻ തകൂന ഹാദിഹിൽ മർഅത്തു മിനൽ ഖവാഇദി ലാത്തി ലാ യർജൂന നികാഹൻ, കല്യാണാഗ്രഹമൊന്നുമില്ലാത്ത അന്ന് പ്രായം ചെന്ന് മൂലക്കിരിക്കുന്ന സ്ത്രീകൾ, പ്രായം ചെന്ന് കല്യാണ മോഹങ്ങളൊന്നുമില്ലാത്ത ആ ലൈംഗികാസക്തിയൊന്നുമില്ലാത്ത സ്ത്രീകൾ, അവർക്ക് അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് മുഖം വെളിപ്പെടുത്തൽ അനുവദനീയമാണ്. അത് പ്രായം ചെന്ന സ്ത്രീക്ക് മാത്രമാണ് ഇതുള്ളത് അനുവദനീയമായത്. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ ജാബിർ റളിയല്ലാഹു അൻഹു കണ്ടു എന്നേ കണക്കാക്കേണ്ടതുള്ളൂ. അല്ലാതെ മുഖം വെളിപ്പെടുത്തൽ അനുവദനീയമാണ് എന്നതിന് പ്രബലമായി വിളിച്ചു കൊണ്ടുവരാൻ ആ ഹദീസിൽ ഒന്നുമില്ല എന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ ഹിജാബിനെ കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. ഹിജാബ് വാജിബാണ് എന്ന കാര്യത്തെ ഈ സംഭവം തടയുന്നില്ല. മനസ്സിലായില്ലേ? കാരണം ഒന്നുകിൽ ഖബല നുസൂരി ആയത്തുൽ ഹിജാബ്, ഒന്നുകിൽ എന്തായിരിക്കും ഖബല നുസൂരി ആയത്തുൽ ഹിജാബ്, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് പ്രായം ചെന്ന ആളുകളായിരുന്നു. ആ രണ്ട് നിലയ്ക്കേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇനിയുള്ളതൊന്നും ഞാൻ പറയേണ്ടതില്ല. ഞാൻ പറയാതെ എനിക്ക് മനസ്സിലാവും. ചിലക്കറിയാം അള്ള വസ്ത്രത്തിലേക്കല്ലല്ലോ നോക്കുന്നത്, ഹൃദയത്തിലേക്കല്ല നോക്കുന്നത് ചോദിക്കും. അതിപ്പോ ഹിജാബിന്റെ കാര്യത്തിൽ മാത്രം നാം മൊത്തം അഴിച്ചിട്ട് ഇറന്നോട്ടെ. ഇതിപ്പോ നിങ്ങൾ ഈ മുഖം മറക്കുന്നിടത്ത് മാത്രം ആചാര്യ ജോലിയായിട്ട് വരുന്നത്. ബാക്കി ഇവിടെ എന്തൊക്കെ ഫാഷൻ വസ്ത്രം പെണ്ണുങ്ങൾ എടുത്തിട്ട് ആചാര്യ വസ്ത്രത്തെ ധരിച്ച് നിങ്ങളെ ഭാര്യമാരൊക്കെ നടത്തി, ഇപ്പൊ കുട്ടികളൊക്കെ നടത്തുന്നത് ചോദിക്കും അള്ള കൽബിലേക്കല്ലേ നോക്കുന്നത്. നൗദുബില്ലാന്ന് മാത്രമേ അതിന് ഉത്തരവുള്ളൂ. മനസ്സിലായില്ലേ? നിസ്കരിക്കുന്നവരെ പറ്റി ഖുർആൻ പറഞ്ഞത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ.
ഒന്ന് അള്ളാന്റെ പ്രത്യക്ഷമായ ഒരു വിധിയെ തള്ളൽ പശ്ചാത്തലും മുൻകറിലും പെട്ടതാണ് പഠിച്ചാൽ. അല്ലാണ്ട് ഒരു ഹദീസ് വായിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനം പറയും. അങ്ങനെ നിസ്കരിക്കാണ്ട് നോമ്പ് കൊടുക്കാണ്ടൊക്കെ ജീവിക്കാൻ ഇവിടെ ഹദീസ് വായിട്ടുണ്ട്. അതേല്ലേ, ബാബു തുറപ്പ കട്ട ഏറ്റിയേക്കൽ യക്കീന്ന് പറഞ്ഞാൽ ആ ചെയ്താനുണ്ടല്ലോ, ഹദീസൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്ന് ഇപ്പൊ കാണാനില്ല. അപ്പൊ അയാള് പറഞ്ഞത് യക്കീനാകുന്നവരൊക്കെ ഇബാദത്ത് എടുത്താൽ മതി, ഒക്കെ ഉറപ്പായി കഴിഞ്ഞാൽ അവന് ഇബാദത്തൊന്നും വേണ്ട, വെറുതെ ഇരുന്നാൽ മതി എന്ന് ചെയ്തിട്ടുണ്ട്. അവിടെ മരണം എന്നാ യക്കീന്നാണ് ഇഷ്ടമർത്ഥം പറയല. അപ്പൊ അങ്ങനെ ഓരോ ആയത്തോതിയിട്ട് അവനവന്റെ വിശദീകരണം പറയാൻ നിന്നാൽ ഇവിടെ എന്തിനാ തെളിവില്ലാത്ത കള്ളുടിക്കാൻ വരെ ആൾക്കാർ തെളിവ് കൊണ്ട് ഔതുമില്ല. അതുകൊണ്ട് ആ ജാതി തെളിവായിട്ടും തീരുത് വരരുത്. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടല്ലോ, ഇത് വസ്ത്രം എന്നുള്ള വാക്കയിൽ കിട്ടിയോണ്ടേ വസ്ത്രത്തിലേക്കല്ല നോക്കുന്നത്, പിന്നെ വസ്ത്രം വേണ്ട അതിന്റെ അർത്ഥം. വസ്ത്രത്തിലേക്കല്ല നോക്കുന്നതാണ്, അള്ള കൽബിലേക്ക് തന്നെ നോക്കിയത്. അവന്റെ കൽബ് ശരിയാണ്, വസ്ത്രത്തിൽ കാണുമായിരുന്നു. അള്ള വസ്ത്രത്തിലേക്കല്ല നോക്കിയത്. അള്ള എടുക്കാൻ നോക്കിയത് ബലി ഇറക്കുമ്പോ അള്ള മാംസം എടുക്കൂല, രക്തം എടുക്കൂല, എന്ത് എടുക്കുള്ളൂ? തക്കവ എടുക്കുള്ളൂ. അപ്പൊ തക്കവ മാത്രമായിട്ട് പോയാൽ ബലിന്റെ കൂലി കിട്ടുമോ? എന്തിനാണ് ആവശ്യമില്ലാത്ത വ്യാഖ്യാനം? അവിടെ അവന്റെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്നത് കാണുന്നത് എവിടെയാണ്? വസ്ത്രത്തിലാണ് കാണുന്നത്. മാത്രമല്ല വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു തക്വയുടെ വസ്ത്രമാണ് മികച്ചത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ഹദീസും വായിക്കുന്നത് ഇതൊന്നും വന്ന് ചെറിയ ആൾക്കാരല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എടുത്തു പറഞ്ഞത്. ഈ ഉദാഹരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തശ്വീശാക്കുന്നത് ഏതെങ്കിലും നേരത്തെ പറഞ്ഞ സമുദായത്തെ ചികിത്സിക്കാമെന്ന് ശൈത്താൻ പറഞ്ഞൊക്കെ ഡോക്ടർമാരല്ല, മനസ്സിലായില്ലേ? അതല്ലാത്ത ആൾക്കാർ തന്നെ പറയുന്നതാണ് ഇത് പറയുന്നത്. ഒറ്റന്ന് മനസ്സിലാക്കിച്ചില്ല ജന്നത്ത വല എജിദിന റിഹ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത് കാസിയാത്ത ആര്യാത്തിനെ കുറിച്ച്. സ്വർഗത്ത് പ്രവേശിക്കുക എന്ന് മാത്രമല്ല, വർഷങ്ങളുടെ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നതിന്റെ സൗരഭ്യം അവർ മുകളിൽ പോലുമില്ല. മനസ്സിലായില്ലേ? എത്ര കൊല്ലം അതിന്റെ സൗരഭ്യം എത്തുന്ന നിമിഷം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഓർക്കും. പിന്നെ സ്ത്രീകൾക്ക് പൊതുവുള്ള നിയമം എന്താ? വക്കർണ ഫീ ബുയൂത്തിക്കും. അതെല്ലാരും പഠിക്കണം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ അവർ വീട്ടിൽ ആശ്രയിക്കാനാ പഠിക്കണം. ഇത് വീട്ടിൽ എപ്പോഴെങ്കിലും പിടിച്ചു വെക്കണം, എന്നാലും എപ്പോഴെങ്കിലും ആ വീട്ടിലെത്തി നമ്മുടെ പെൺകുട്ടികൾ. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അയലോക്കത്തെങ്കിലും മുറ്റത്തെങ്കിലും. അങ്ങനെയല്ല സ്ത്രീകൾ വളരേണ്ടത്. വക്കർണ ഫീ ബുയൂത്തിക്കുന്ന ശരിക്കും പഠിക്കണം. വീട്ടിനകത്ത്, നിങ്ങളുടെ വീടിനകത്ത് അടങ്ങിയിരിക്കണം. എന്നിട്ട് വന്നവരാ തബറജന തബറുജൽ ജാഹിലിയ്യത്തിലൂടെ. സൂറത്ത് അഹ്സാബിലെ 33-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന യുഹാബ്ബൂന അല്ലാഹ വറസൂലഹു ഖുബിതു കമാ ഖുബിത അല്ലദീന മിൻ ഖബ്ലിഹിം. അല്ലാഹുവിനോടും റസൂലിനോടും എതിര് കാണിക്കുന്നവർ അവർ കമിഴ്ത്തി വീഴ്ചപ്പെടും, മുൻപുള്ളവർ കമിഴ്ത്തി വീഴ്ചപ്പെട്ടതുപോലെ. സൂറത്തുൽ മുജാദില 5-ാമത്തെ ആയത്ത്. ഖുർആനും സുന്നത്തിനോടും നിസ്സാര ഭാവം കാണിച്ചാണ്ടല്ലോ പൂർവികർക്ക് ഒരുപാട് അപകടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും സംഭവിക്കും. നമ്മുടെ താക്കീതല്ല, അള്ളാന്റെ താക്കീതാ. ഏതാ സൂറത്ത്? സൂറത്തു അൽ മുജാദില 58-ാമത്തെ സൂറത്ത് 5-ാമത്തെ ആയത്ത്. അതേ ആയത്തിൽ കാണാം അല്ലാഹുവിനോടും റസൂലിനും എതിര് പ്രവർത്തിക്കുന്നവർ വ്യക്തമായി അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു വിധി. അത് ഏത് വിഷയത്തിലാകട്ടെ, വസ്ത്രധാരണം മാത്രമല്ല, പക്ഷേ വസ്ത്രധാരണം ഉൾപ്പെടെയുള്ള ഏതൊരു വിഷയത്തിലും അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും വെളിപ്പെട്ട ഒരു വിധി, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും ഒരു വിധി വെളിപ്പെട്ടതിന് ശേഷം അതിനെ ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ അവർ അധമര. അപ്പൊ നമ്മൾ അധമരാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ നിയമം പാലിക്കണം. സൂറത്തുൽ അഹ്സാബിലെ അല്ല സൂറത്തു അൽ മുജാദിലെ 20-ാമത്തെ ആയത്ത്, 58-ാം സൂറത്തിലെ 20-ാമത്തെ ആയത്ത്. സ്ത്രീകൾ കുലീനതയുള്ളവരാണെങ്കിൽ, മാന്യതയും തഖ്വയും ഉള്ളവരാണെങ്കിൽ അവരുടെ അഴക് അവരുടെ ഭർത്താക്കന്മാരുടെ മുന്നിൽ കലവറയില്ലാതെ പ്രദർശിപ്പിക്കാനുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്ന് അനാകർഷകമായി കാത്തുസൂക്ഷിക്കാനുള്ളതാണ് എന്ന് അവർ പഠിക്കണം. നരകാഗ്നി അങ്ങേയറ്റം ചൂടുള്ളതാണ്. അവർ ചിന്തിക്കുമായിരുന്നെങ്കിൽ അവിടെ ഈ ഡോക്ടർമാരുണ്ടാവില്ല. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ ജാതി ഇളവ് തരുന്ന പണ്ഡിതന്മാരും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് നിൽക്കണം. നാം നിങ്ങളെ സത്യവുമായി കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളിൽ ഭൂരിപക്ഷവും ഹക്കിനെ വെറുക്കുന്നവരാണ്. അള്ളാഹു വിധി നൽകിയിട്ടുണ്ടെങ്കിൽ അതാണ് ഹക്ക്. ആ ഹക്കിനോട് നീരസം തോന്നരുത്, പുച്ഛം തോന്നരുത്, അതിനെ ലഘൂകരിക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ടാകരുത്. സൂറത്ത് സുഖ്റുഫ് 78-ാമത്തെ ആയത്ത്, 43-ാമത്തെ സൂറത്ത് 78-ാമത്തെ ആയത്ത്. ഖുർആൻ പറഞ്ഞു വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. അതിലൊരിക്കൽ നമ്മൾ പെടരുത്. ഭൂരിപക്ഷം ജനങ്ങളും നന്ദി കാണിക്കുന്നില്ല. സൂറത്തു യൂസുഫ് 38-ാമത്തെ ആയത്ത്.
പിന്നെ പറഞ്ഞു ഭൂമിയിലെ ഭൂരിപക്ഷത്തെയാണ് നിങ്ങൾ അനുസരിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ നിങ്ങളെ തെറ്റിച്ച് കളയും. സൂറത്തുൽ അൻആം 116 ആയത്. ഭൂരിപക്ഷത്തിന്റെ താല്പര്യം ഹോംവർക്കാതൊക്കെ നടക്കണമെന്നായിരിക്കും. അതിൽ ആ കെണിയാണ്, അത് വീണുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ പറഞ്ഞു എന്റെ അടിമകളിൽ നന്ദി കാണിക്കുക ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തിലാണ് കൂട്ടരെ നമ്മളും നമ്മളെ കുടുംബവും ഉൾപ്പെടുന്നത്. നമ്മൾ ഉൾപ്പെടുന്നത് ന്യൂനപക്ഷത്തിലാണ്. പൊതുജനങ്ങൾ മൊത്തത്തിലുള്ള ഫ്രണ്ടിൽ ആരും പതറിപ്പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. പണ്ഡിതന്മാര് വരെ പതറുമ്പം പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവുമില്ലായിരുന്നുവെങ്കിൽ ഒരു ന്യൂനപക്ഷം ഒഴികെ എല്ലാവരും ശൈത്താനെ പറ്റുമായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇപ്പറഞ്ഞതിന്റെ ആകത്തുക എനിക്ക് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ അദ്ദേഹത്തിന്റെ ഹിജാബുൽ മർഅ എന്ന കൃതി അദ്ദേഹം കൈകാര്യം ചെയ്ത 8 വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ തലക്കെട്ട് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ 8 കാര്യങ്ങളിൽ തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുൻപാകെ സമർപ്പിച്ചു കഴിഞ്ഞു. ആ 8 വിഷയങ്ങളാണ് മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണത്തിന്റെ ആകത്തുക. ആ 8 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ മുഹമ്മദ് അമാനിമോരുടെ തഫ്സീറോ മറ്റോ വായിച്ചെങ്കിൽ അമാനിമോലൊക്കെ വളരെ അത്യുന്നതമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു. മുഖം മറക്കണമെന്നും പറഞ്ഞില്ല, മറക്കണ്ടെന്നും പറഞ്ഞില്ല, മറക്കണ്ടവർക്ക് മറക്കാം, മറക്കണ്ടാത്തവർ മറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അഴകുഴമ്പൻ സമീപനം പറയുന്നതിനു പകരം വളരെ പ്രത്യക്ഷമായ കൃത്യമായ ഈ ഹദീസുകളെ ചൂണ്ടിക്കാട്ടുകയും സമൂഹത്തിൽ പ്രചാരത്തിലുള്ള ദുർബലമായ ഹദീസുകൾ ദുർബലമായി എന്ന് തെളിയിക്കുകയും ഹത്തിനോട് പ്രതിബദ്ധത പുലർത്തുകയും ചെയ്യാൻ നമുക്ക് ചുമതലയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ. അമാനി മൗലവി അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അല്ലാഹു മാപ്പ് കൊടുക്കട്ടെ. കാരണം തിരുത്തണം, ആ സമീപനം തിരുത്തണം, ഹക്ക് വ്യക്തമായിട്ട് പറയണം. മനസ്സിലായില്ലേ? അമാനി മൗലവിയേക്കാൾ വലിയ പണ്ഡിതന്മാർ കഴിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇനി ക്ലിപ്പ് എടുത്തിട്ട് അമാനി മൗലവിയെ തള്ളാൻ പുതിയൊരു ടീം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയണേ. ഔദുബില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഖുർആനിന്റെ ആശയം സാധാരണക്കാരുടെ ഹൃദയങ്ങളിലേക്ക് പ്രകാശിപ്പിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത അവസരത്തിന് അർഹതയില്ലാത്ത പ്രതിഫലം, കലവറയില്ലാത്ത പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിന് അർഹമാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ താല്പര്യത്തിന് എന്ത് ചെയ്യാം, അമാനിയോരെടുക്കുക. നമ്മുടെ താല്പര്യം നമ്മൾ തള്ളും ചെയ്യും. അങ്ങനെ താല്പര്യത്തിനനുസരിച്ച് അവിടുന്ന് ഇവിടുന്ന് എടുക്കുന്ന ഏർപ്പാട് വിട്ടിട്ട് ഖുർആൻ മുഴുവനായിട്ട് ലോകത്ത് മുഴുവൻ നിലപ്പുകൾ എങ്ങനെയാണ് ഖുർആൻ എടുത്തത് ആ ഒരു നിലവാരത്തിൽ എടുക്കാൻ നമ്മൾ സ്വീകരിക്കണം. ഇനി എന്താണ് 8 കാര്യം? സ്ത്രീകളുടെ ജിൽബാബ് അല്ലെങ്കിൽ ഹിമാ അല്ലെങ്കിൽ ഹിജാബ് എന്നൊക്കെ നമ്മൾ പറയുന്ന സ്ത്രീകളുടെ സൗന്ദര്യത്തെ മറച്ചു വെക്കേണ്ട വസ്ത്രത്തിന് 8 കാര്യങ്ങളുണ്ടായിരിക്കും. 1, ഇസ്തിയാബു ജമീൽ ബദനി ഇല്ലാ മസ്തഹ്ന. ശരീരം മുഴുവൻ മറയ്ക്കുന്നതായിരിക്കണം. പിന്നെങ്ങനെ ഷെയ്ഖ് അൽബാനി മുഖം മറയ്ക്കണ്ടെന്നറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ മുഖം മറച്ചിറങ്ങി, അദ്ദേഹത്തിന്റെ പെൺമക്കളൊക്കെ മുഖം മറച്ചിറങ്ങി. ഞാൻ മുഖം മറയ്ക്കുന്നതിനെ എതിർക്കുന്നു, മുഖം മറയ്ക്കാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ എന്റെ ഭാര്യമാരെയും എന്റെ പെൺമക്കളെയും ഞാൻ എങ്ങനെ വളർന്ന് പരിശോധിക്കണമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഷെയ്ഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് ചെയ്യണ്ട, അദ്ദേഹത്തിന്റെ ആ കിതാബ് ഒന്ന് മുഴുവനായിട്ട് വായിക്കാതെ ഒരിക്കലും അവിടെ ഇവിടുന്ന് ആരെങ്കിലും ശത്രുക്കളും വിമർശകരും എടുത്ത വരിയായിട്ട് വരണ്ട. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തെ അവസാനിപ്പിക്കുന്നത്. ശരീരം മുഴുവൻ മറയണം എന്നുള്ളതാണ് ഷെയ്ഖ് അൽബാനി ചെയ്തത്. 1ാമത്തെ തലക്കെട്ട് അതിൽ കൊടുത്തിരിക്കുന്നത്. 2ാമതായി പറഞ്ഞു അല്ലാ യകൂന സീനത്തൻ, അത് ഇല്ലാ വസ്ത്രത്തിനാകുന്നത് പ്രകടമാകുന്നത്. അത് വസ്ത്രം പ്രകടമാകുന്ന സൗന്ദര്യം ഒഴികെ പറഞ്ഞാൽ അത് വസ്ത്രമാണ്. അല്ലാ യകൂന സീനത്തൻ ഫീ നഫ്സി. പിന്നെ സ്വയം അലങ്കാരമാണ്. നമ്മൾ ധരിക്കുന്ന പർദ്ദനുണ്ടല്ലോ, 1001, 2001 പർദ്ദ ഉണ്ടല്ലോ, അത് തന്നെ എന്ത് ചെയ്യാം, മറ്റു വസ്ത്രങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന, സിനിമാ നടിമാരെ പോലും ലജ്ജിപ്പിക്കുന്ന പർദ്ദകൾ, അവരുടെ വസ്ത്രങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന പർദ്ദകളൊന്നും ചിലപ്പോൾ കിട്ടാൻ ഞാവുന്നില്ല. അല്ല കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? അങ്ങനത്തെ കുറെ സാധനം ഇറങ്ങിയിട്ടുണ്ട്. അത് പറ്റില്ല. സ്വയം തന്നെ എന്ത് ചെയ്യാം, അലങ്കരിക്കുക. ആകർഷണം വിളിച്ചു വരുന്നത് ആകാതിരിക്കുക. ആകെ മറിച്ചിട്ടുണ്ട് പറഞ്ഞാൽ പോരാ. അകം കാണാൻ തക്കവണ്ണം നേരിയതാകാതിരിക്കുക. അകത്ത് കാണാൻ തക്കവണ്ണം കണ്ണാടി വസ്ത്രങ്ങളാകാതിരിക്കുക. ഉള്ളിലേക്ക് നിഴലടിക്കുന്ന വസ്ത്രങ്ങളാകാതിരിക്കുക. അതേപോലെ അത് ഒന്ന് ലൂസുള്ളതാകാം. കുടുസതയില്ലാത്ത സ്ത്രീകളൊന്നും ഫൽഫാദ് എന്ന വാക്ക് മനസ്സിലായില്ല, ഒന്ന് കുഴഞ്ഞ വസ്ത്രമാണ്. ഒരാള് വിശാലതയുള്ള ഒരു വസ്ത്രം ധരിക്കുക. 5ാമതായി അദ്ദേഹം പറഞ്ഞു അല്ലാ യകൂന മുബഖിറൻ മുതയ്യിബൻ, അതിൽ ഈ ബുഖൂർ, തീബ്, ഈ സുഗന്ധം പൂശാത്ത വസ്ത്രമായിരുന്നു. മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന സുഗന്ധം പൂശാത്ത വസ്ത്രം. അന്യപുരുഷന്മാരിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആരാണ് അന്യപുരുഷന്മാരെ നമ്മൾ നേരത്തെ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞു.
പിന്നെ അല്ലാ യുശബ്ബിഹ ലിബാസ റജുൽ, പുരുഷന്റെ വസ്ത്രത്തോട് സദൃശമാകാതിരിക്കുക, പുരുഷന്മാരുടെ വസ്ത്രമാകാതിരിക്കുക. അല്ലാ യുശബ്ബിഹ ലിബാസൽ കാഫിറാത്ത്, സത്യനിഷേധികൾ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാകാതിരിക്കുക. അല്ലാ യകൂന ലിബാസ ശുഹ്റ, ആജ്ഞതയുടെയും പ്രശസ്തിയുടെയും വസ്ത്രമാകാതിരിക്കുക. ഇതിലേതാണ്ട് എല്ലാത്തിന്റെയും തെളിവുകൾ നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഈ വസ്ത്രധാരണം ഒരു ഇബാദത്താണ്, അതൊരു ആദത്തല്ല. ഏതൊരു ഇബാദത്തും സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് ഷർത്തുകൾ നിർബന്ധമാണ്. ഒന്ന്, അന്യകൂന ഖാലിസൻ ലില്ലാഹ്, അത് അള്ളാഹുവിന്റെ മാത്രമായിരിക്കണം, വേറെ ആരെയും നോക്കണം. ഒരു ഇബാദത്തല്ല. വസ്ത്രം ധരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടം നോക്കിയാൽ മതി, അത് നോക്കാം. നാട്ടുകാരുടെ ഇഷ്ടപ്പെട്ട തൽക്കാലം നോക്കണ്ട, മനസ്സിലായില്ലേ? പല സാഹിബില്ല വജ്ജല്ല, അള്ളാന്റെ വജ്ജല്ലാതെ ഒരു ഇബാദത്തിന്റെ സാഹിബ് മറ്റൊന്നും പ്രവേശിക്കാൻ പാടില്ല. അതിന്റെ തെളിവ് സൂറത്ത് സുമറിലെ 2-3 ആയത്ത്. പിന്നെ പിന്നെ ഉമിർത്തു അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹു ദീൻ, സൂറത്ത് സുമറിലെ 11-ാമത്തെ ആയത്ത്. ഖുലില്ലാഹ അഅ്ബുദു മുഖ്ലിസൻ ലഹു ദീനി, സൂറത്ത് സുമറിലെ 14-ാമത്തെ ആയത്ത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹു ദീൻ, സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകമാന്യത്തിൽ നിന്ന് ശരണം തേടിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, മൻ അമില അമലൻ അശറക ഫീഹി മാഇ ഗൈരി തറക്കഹു വശിർക്കഹു, ആരെങ്കിലും ഒരു അമൽ ചെയ്തു എന്നിട്ട് അവൻ എന്റെ കൂടെ അതിൽ വല്ലതും പങ്കു ചേർത്തു എങ്കിൽ അവനെയും അവൻ പങ്കു ചേർത്തതിന് ഞാൻ എന്ത് ചെയ്യുന്നു, തള്ളുന്നു എന്ന് അള്ളാഹ് പറഞ്ഞു. അള്ളാഹുവിൽ ആരെങ്കിലും അല്ലല്ലാത്ത ലക്ഷ്യം വെച്ച ഒരാൾ ഇബാദത്തെടുത്താൽ അവനെയും അവന്റെ അമലിനെയും തള്ളിക്കളയും. അപ്പൊ നമ്മൾ ചെയ്ത വസ്തുതയും അള്ളയും തള്ളിക്കളയും എന്നാണ്. 2, അൻയകൂന മുവാഫിഖൻ ലി ഹദീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ ഒരു ഇബാദത്ത് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? വസ്ത്രധാരണമാണെങ്കിലും അത് റസൂലുള്ളാഹിന്റെ മാർഗത്തോട് യോജിക്കണം. റസൂലുള്ളാഹിന്റെ മാർഗത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് ശരീരം മുഴുവൻ മറക്കുന്നതല്ലാത്ത വസ്ത്രത്തിന് നിങ്ങൾ എവിടെയെങ്കിലും തെളിവ് കണ്ടോ? ഞാൻ അത്രയും വായിച്ചിട്ട് കണ്ടോ? പക്ഷെ മുഴുവൻ മറക്കുന്നുള്ള വ്യക്തമായി കണ്ടില്ല. ഇതല്ലാതെ എന്നുണ്ടെങ്കിൽ അത് ചർച്ചയ്ക്ക് വിധേയമാകണം, മനസ്സിലായില്ലേ? അപ്പൊ അതല്ലാത്ത ഒരാൾ പുതുതായി കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? കള്ളണം എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഒരുപാട് ആയത്തുകൾ അതിലുണ്ട്. 3-ാമത്തെ ഇസ്ലാം. അയാൾക്ക് എന്ത് വേണം? ഇസ്ലാമിനോട് കൂറ് പുലർത്തണം. അള്ളാഹുവിനെ സമ്പൂർണ്ണമായി സമർപ്പിക്കാതെ ഇസ്ലാം ഉൾക്കൊള്ളാതെ ഒരു അമല് കൊണ്ടുവന്നാൽ അള്ളാഹ് അതിനെ ധൂളിയാക്കി മാറ്റിക്കളയുന്നതാണ്. ഇസ്ലാം നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇബാദത്ത് കൊണ്ടുവരേണ്ടത്. റബ്ബിനെ കണ്ടുമുട്ടണം എന്നൊരാൾ വിചാരിച്ചാൽ അമൽ സാലിഹ് കൊണ്ടുവരട്ടെ, ഇബാദത്തിൽ ശിർക്ക് ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞതിൽ റബ്ബ് എന്നുള്ളതിനെ പണ്ഡിതന്മാർ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ശിർക്കില്ലാതെ അമല് കൊണ്ട്, അള്ളാഹു അല്ലാത്ത മറ്റാളെ ലക്ഷ്യം വെക്കാതെ എന്ത് ചെയ്യണം? അമല് കൊണ്ടുവരണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിന് പിൻബലം നൽകുന്ന മറ്റു ചില ഷർത്തുകൾ, അതിലൊന്ന് ഞാൻ പറഞ്ഞ അഖ്ദു ബിഖുവ്വ. എന്താണ്? ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, സൂറത്തുൽ ബഖറയിലെ 63-ാമത്തെയും 93-ാമത്തെയും ആയത്ത്. മനസ്സിലായില്ലേ? സൂറത്തുൽ അഅറാഫ് 171-ാമത്തെ ആയത്ത്. നിങ്ങൾക്ക് നാം നൽകിയതിനെ ബലവത്തായി പിടിക്കും. വസ്ത്രധാരണത്തിന്റെ നിയമത്തിൽ നമ്മുടെ സ്ത്രീകൾ, നമ്മൾ അതിന്റെ കൽപ്പന ചെയ്യണം. ഹക്ക് അതിന്റെ ഖുവ്വത്തോടു കൂടി പിടിക്കണം. നീ അതിനെ ശക്തമായി പിടിക്കണം. നിന്റെ ജനതയോട് അത് ശക്തമായി മുറുകെ പിടിക്കാൻ കൽപ്പിക്കുകയും വേണം. ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാൻ, ഇസ്ലാമിനെ സ്വീകരിക്കാൻ നീ കൽപ്പിക്കണം. സൂറത്തുൽ അഅറാഫിലെ 145-ാമത്തെ ആയത്ത്. ഇനി കിതാബ് നമ്മൾ ശക്തമായി മുറുകെ പിടിക്കണം. ശക്തമായി മുറുകെ പിടിക്കാത്തവർ മുനാഫിക്കുകളാണ്. പ്രമാണത്തെ ശക്തമായി മുറുകെ പിടിക്കാൻ തയ്യാറില്ലാത്തവരാണ്, വഴുതി പോകുന്നവരാണ്, മുനാഫിഖാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും, അവര് അള്ളാഹിനെ ചതിക്കും. പക്ഷെ അവരെ തന്നെയാണ് ചെയ്യുന്നത്, ചതിക്കുന്നത്. പ്രമാണങ്ങളെ തള്ളുന്നതിനെ കുറിച്ചാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചായും. മുനാഫിഖുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്ന ഒരു സമീപനം സൂറത്ത് നിസായിൽ 142-143 ഒരിക്കലും നമ്മൾ അങ്ങനെ വരാൻ പാടില്ല. മറ്റൊന്നുകൂടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു വിഷയം പഠിച്ചാൽ സംഗതി ശരിയാണെന്ന് തോന്നുന്നുണ്ട്, ഇത്രയും കരുത്തോടുകൂടി ശക്തമായും ഒക്കെ വിധിയുള്ള ഒരു വിഷയമാണെങ്കിൽ ഞങ്ങൾ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ അലംഭാവം പാലിക്കുന്നത് ശരിയല്ല എന്ന് തഖ്വയുള്ള റബ്ബിനോട് അങ്ങേയറ്റം അടുക്കാൻ താല്പര്യപ്പെടുന്ന സ്ത്രീജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അവരെ ഇബ്ലീസ് വന്നിട്ട് പറയും, തീരുമാനമൊക്കെ ശരി, കുറച്ചും കൂടി കഴിഞ്ഞൊരു ചെറുപ്പല്ലേ, നാളെ പാലിക്കാം, അത് മരിക്കുന്നതിന് മുമ്പ് അവസരം എത്ര കിടക്കുന്നു, അത് ശരിയല്ല. നമ്മളൊരു നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ ഉടനെ നടപ്പാക്കണം. നാളത്തേക്കും മറ്റന്നാളത്തേക്കും തീരരുത്, വെക്കരുത്. ഖുർആൻ പറഞ്ഞത് വലാ തനിയാ ഫീ ദിക്രി, എന്നെ ഓർക്കുന്ന വിഷയത്തിൽ, എന്റെ കൽപ്പന പാലിക്കുന്ന വിഷയത്തിൽ അമാന്തം കാണിക്കാൻ പാടില്ല. സൂറത്ത് ത്വഹ 42-ാമത്തെ ആയത്ത്. നന്മ കൽപ്പിക്കും ഖുർആൻ പറഞ്ഞ നന്മകളുമായി നിങ്ങൾ മത്സരിച്ചു വരണം. നാളത്തേക്ക് നോക്കണം. എത്ര
എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നന്മകൾ ചെയ്യണം. അത് സൂറത്തുൽ ബഖറ 148, സൂറത്തുൽ മാഇദ 48. ഫസ്തബിഖുൽ ഖൈറാത്ത് വയുസാരിഊന ഫിൽ ഖൈറാത്ത് വഉലൈക മിനസ് സാലിഹീൻ. അവർ നന്മകളിൽ അതിവേഗം കടന്നു വരുന്നവരാണ്. സൂറത്തു ആൽ ഇംറാൻ 114. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ കുതിക്കുന്നവരാണ്. സൂറത്തുൽ അംബിയ 90. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ, നന്മയിൽ മുന്നോട്ട് വരുന്നവരും കുതിക്കുന്നവരുമാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 61. അങ്ങനെ സാരിഊ ഇലാ മഗ്ഫിറ അല്ലേ? തെറ്റ് പറ്റിപ്പോ നമുക്ക് വീഴ്ച പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യാൻ എന്ത് ചെയ്യണ്ട? ലേറ്റ് ആവേണ്ട. ഇന്നത്തെ രാത്രി, ഇന്നത്തെ ദിവസം നമുക്ക് തൗബ ചെയ്യാനുള്ളതാണ്, മാറ്റം വരുത്താനുള്ളതാണ് എന്ന് ഞാൻ നിങ്ങളും മനസ്സിരുത്തുക. കാരണം മുസാഅത്ത് എന്നുള്ളത് നമ്മുടെ കർമ്മം അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ പരിഗണിക്കാനുള്ളതാണ്. സർവശക്തനായ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയോട് കൂറ് പുലർത്താനും സ്വഹാബത്തിന്റെ മാതൃക അവലംബിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുകയും നമ്മുടെ ഹൃദയത്തെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുകൂലമായി വിശാലമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم